ആ സാഹിദ് ഫാത്തി ഓതും. കേൾക്കുന്നില്ലേ? ആ ഒരു ഫാത്തിഹ ഓതും. എന്നാരെങ്കിലും ഓതും. അതായത് എന്തോ ഒരു ബുദ്ധിമുട്ടില്ല. ആ ഓതും. الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ആമീൻ യാ റബ്ബൽ ആലമീൻ. ഓക്കെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഓരോ ദിവസവും ഓരോരുത്തരാണ് ഫാത്തിഹ ഓതുക. വിളിക്കുന്ന ആളുകൾ ഫാത്തിഹ ഓതുക. സ്ക്രീൻ കാണുന്നുണ്ടാവും. തുടങ്ങാം. ഫിഖ്ഹാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഫിഖ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഫിഖ്. ഫായില് ഒന്നെണ്ണം പറഞ്ഞില്ല, അതിൽ ഒന്ന് ഇസ്മു ഫായില് നമ്മൾ ജീവിതത്തിൽ രാവിലെ ഉറക്കിൽ നിന്ന് ഉണർന്ന് ഉറങ്ങാൻ വേണ്ടി ബെഡിലേക്ക് പോകുന്ന സമയം വരെ നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങളും മതപരമായ വിധികളിൽ ഊന്നിയതായിരിക്കും. ചിലപ്പോൾ നമ്മൾ നിർബന്ധമായ കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. ഉദാഹരണം 5 നേരത്തെ നിസ്കാരം. ചിലപ്പോൾ നമ്മൾ സുന്നത്തായ കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. ഉദാഹരണം തലയിൽ തൊപ്പി ധരിക്കുക, ഖുർആൻ ഓതുക, അതുപോലെ സലാം പറയുക തുടങ്ങിയവ. ചിലപ്പോൾ നമ്മൾ ഹറാമായ കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. കളവ് പറയുക, ഹറാമായത് ഭക്ഷിക്കുക തുടങ്ങിയത് ഉദാഹരണം. ചിലപ്പോൾ നമ്മൾ കറാഹത്തായ കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. അതിനുദാഹരണം അസറിന് ശേഷം കറാഹത്തായ സമയത്ത് നിസ്കരിക്കുക. ചിലപ്പോൾ നമ്മൾ ഹലാലായ കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. പാല് കുടിക്കുക, ഭക്ഷണം കഴിക്കുക, ആപ്പിൾ കഴിക്കുക. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും നമുക്ക് ഈ 5 മതവിധികളിൽ ഒന്നായിരിക്കും. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പം നിങ്ങൾ ക്ലാസ് കേൾക്കാനിരിക്കുകയാണ്. ക്ലാസ് കേൾക്കാനിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ നല്ലൊരു നിയത്തോടു കൂടെയാണ് നിങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ അത് പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ്. വുളുവോടുകൂടെയാണ് നിങ്ങൾ ഇരിക്കുന്നത്, അപ്പോൾ മറ്റൊരു പ്രതിഫലം കൂടി അതിന് കിട്ടും. നല്ല ശ്രദ്ധയോടുകൂടെ ശ്രദ്ധിച്ച് കേൾക്കുന്നു, വേറൊരു കൂലി അതിന് കിട്ടി. അതുപോലെ നോട്ട് ചെയ്യേണ്ടത് നോട്ട് ചെയ്യുന്നു, അപ്പോൾ മറ്റൊരു കൂലി അതിന് കിട്ടി. അതുപോലെ അറബി വായിക്കാൻ പഠിക്കുന്നു, അപ്പോൾ വേറൊരു കൂലി അതിന് കിട്ടി. ഇങ്ങനെ നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങളും മതനിയമത്തിലൂന്നി നമ്മൾ ചെയ്യുക. അതാണ് ഫിഖ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് നമ്മുടെ പണ്ഡിതന്മാർ, ഉസ്താദുമാർ വിശദീകരിച്ച് നൽകിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്ത് ചെയ്യണം, നിസ്കരിക്കുമ്പോൾ എങ്ങനെ നിസ്കരിക്കണം, ഉളു എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഉളു ചെയ്യണം, കുളിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ കുളിക്കണം, വസ്ത്രം മാറുന്ന സമയത്ത് എങ്ങനെ വസ്ത്രം മാറണം, ഏത് വസ്ത്രം ധരിക്കണം. അതുപോലെ ഹലാലായ കാര്യങ്ങൾ വരെ നല്ല നിയ്യത്തുകളെ കൊണ്ട്, ഉദാഹരണം ഭക്ഷണം കഴിക്കാൻ ഒരാൾ ഭക്ഷണം കഴിക്കുന്നത്
അത് എനിക്ക് എൻ്റെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കാൻ ഊർജം വേണം, ആരോഗ്യം വേണം. ആരോഗ്യത്തിന് വേണ്ടിയാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. അല്ലെങ്കിൽ അള്ളാഹുവിനെ ഇബാദത്തെടുക്കാൻ എനിക്ക് ശേഷി വേണം, ആ ശേഷിക്ക് വേണ്ടിയാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ നല്ല നീയത്തോടു കൂടെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എങ്കിൽ, നല്ല നീയത്തോടു കൂടെയാണ് നമ്മൾ ഹലാലായ കാര്യങ്ങൾ ചെയ്യുന്നത് എങ്കിൽ, അതും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. ഹറാമായത് നമ്മൾ ഒഴിവാക്കണം. ഹറാം ഒഴിവാക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് കൂലി കിട്ടും. അതുപോലെ കറാഹത്തായ കാര്യം നമ്മൾ ഒഴിവാക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് കൂലി കിട്ടും. അതുപോലെ ഹലാലായ കാര്യങ്ങൾ നമ്മൾ ഈ രൂപത്തിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂലി കിട്ടും. നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൂലി കിട്ടും, സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൂലി കിട്ടും. നെഹുവിന് ശേഷം അത് മൂന്നാമത്തത് ഇസ്മു ഫായില്, ഇസ്മു മഫൂല്, സിഫത്ത് മുശബ്ബഹ. സിഫത്തു എന്നുള്ളതിൻ്റെ സിഫത്താണത് അൽ മുശബ്ബഹത്തു. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? നീ പറഞ്ഞത് ക്ലിയർ ആണോ? ആ പറയും. യെസ്. അപ്പോൾ നമ്മൾ ഫിഖ്ഹാണ് പറയുന്നത്. ഫിഖ്ഹിൽ 4 ഭാഗങ്ങളാണുള്ളത്. ചുരുക്കി പറയട്ടോ. ഒന്ന്, ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നിസ്കാരം, അതുപോലെ നോമ്പ്, സക്കാത്ത്, ഹജ്ജ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇസ്ലാം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇബാദാത്തിലാണ് വരിക, ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് വരിക. രണ്ടാമത്തത് മുആമലാത്ത്, ഇടപാടുകൾ, കച്ചവടം, പണയം വെക്കുക, വായ്പക്ക് കൊടുക്കുക, കടം കൊടുക്കുക, പാട്ടത്തിന് കൊടുക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒന്നാമത്തത് ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് നമ്മൾ പഠിക്കും ഫിഖ്ഹിൽ. പിന്നെ ഇടപാട് നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓൺലൈൻ ബിസിനസ് അതെങ്ങനെ ഉണ്ടാകുക, അത് ശരിയാണോ? ഷെയർ മാർക്കറ്റ്, അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? എങ്ങനെയൊക്കെയാണ് അത് ചെയ്യേണ്ടത്? കടം, പലിശ എങ്ങനെ വരും? ബാങ്കുമായി ബന്ധപ്പെടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇടപാട് നടത്തുന്ന കാര്യങ്ങളിൽ പറയും. മൂന്നാമത്തത് മുനാക്കഹാത്ത്, വൈവാഹികമായ കാര്യങ്ങൾ. അപ്പോൾ കല്യാണം കഴിക്കണം. അപ്പോൾ ഭാര്യയുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ബാധ്യതകൾ ഭർത്താവ് നിർവഹിക്കാനുണ്ട്, ഭർത്താവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങൾ ഭാര്യ നിർവഹിക്കാനുണ്ട്, ത്വലാഖുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, നല്ല നിലക്ക് ജീവിക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, നിക്കാഹ് എങ്ങനെയൊക്കെയാണ് നടത്തുക, ഓൺലൈനായിട്ട് നിക്കാഹ് നടത്താൻ പറ്റുമോ, അതുപോലെ നിക്കാഹിനെ ആരുടെയൊക്കെ സമ്മതം വേണം, ആരെയൊക്കെ സമ്മതമില്ലാതെ നടത്താൻ പറ്റുമോ എന്നിത്യാദി വിഷയങ്ങൾ അതിന് പറയും. നാലാമത്തത് ജിനായാത്ത്, ക്രിമിനോളജി, ശിക്ഷാവിധികൾ. കണ്ടില്ലേ, ഇസ്ലാമിക രാജ്യങ്ങളിൽ ചില ശിക്ഷകളൊക്കെ ഉണ്ടാവും. അത് അപകടമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കൊന്നവനെ തിരിച്ച് കൊല്ലും. അപ്പം ഞാൻ ഒരാളെ കൊലപ്പെടുത്തിയാൽ എൻ്റെ ജീവിതം അപകടത്തിലാവും എന്നുള്ള തീരുമാനം എനിക്കുണ്ട്, എനിക്ക് ആ പേടിയുണ്ടെങ്കിൽ ഞാൻ കൊല്ലാൻ പോവാം. സാഹിദേ, ഞാൻ ഒരാളുടെ കണ്ണ് അടിച്ച് പരിക്കേൽപ്പിച്ചാൽ എൻ്റെ കണ്ണും അടിച്ച് പരിക്കേൽപ്പിക്കും, അതേ രൂപത്തിൽ എനിക്കും പ്രശ്നം ഉണ്ടാവും എന്നുള്ള ബോധം എനിക്കുണ്ടെങ്കിൽ ഞാൻ അടിക്കാൻ പോവില്ല. അതേപോലെ ഒരാൾ സമ്പത്ത് ഒരു കൂട്ടി വെക്കുക. ഇപ്പോൾ സാഹിദ് നല്ലൊരു ബിസിനസ്സുകാരനാണെന്ന് വെക്കുക. അവൻ അലമാറയിൽ പൂട്ടി പൈസ വെച്ചു. വേറൊരാളത് കുത്തി തുറന്നെടുത്തു. അങ്ങനെ ഇസ്ലാമിക കോടതിയിലെത്തി. കട്ടവൻ്റെ കൈ മുറിക്കുമെന്നാണ്. അപ്പോൾ ഇവൻ ആദ്യം തന്നെ കക്കുന്നതിന് മുമ്പ് എൻ്റെ കൈ മുറിക്കും എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മുറിക്കുന്നട്ടാ, ഇത് മുറിക്കുന്നുള്ള ബോധം ഉണ്ടെങ്കിൽ അവൻ കക്കാൻ പോവില്ല. കള്ള് കുടിച്ചു, ലഹരി ഉപയോഗിച്ച് അവൻ്റെ ബുദ്ധിയെ നശിപ്പിക്കുകയാണ്. അങ്ങനെ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ 40 അടി ഇസ്ലാമിക കോടതിയിൽ കിട്ടും. അടി എന്ന് പറഞ്ഞാൽ ഒരു പിടുത്തം വിട്ട അടിയായിരിക്കും. നമ്മളെ മരത്ത അടിയൊന്നാവില്ല, ചാട്ടവാറ് കൊണ്ടൊക്കെ ഭയങ്കര അടി കിട്ടുന്നുള്ള ബോധം ഉണ്ടായവൻ പോവില്ല. വ്യഭിചാരം ചെയ്താൽ
എറിഞ്ഞു കൊല്ലും, അല്ലെങ്കിൽ 100 അടി അടിച്ച് നാട് കടത്തും എന്നുള്ള ബോധം ഉണ്ടെങ്കിൽ അവൻ വ്യഭിചരിക്കാൻ പോകില്ല. അപ്പോൾ കുടുംബ ബന്ധത്തിന് പവിത്രത നൽകും. ഒരാളെ വ്യഭിചാര ആരോപണം നടത്തിയാൽ 80 അടി കിട്ടും. കള്ളുകുടിനേക്കാളും ഭീകരമാണത്. ഒരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുക, 80 അടി കിട്ടും. അപ്പോൾ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കാൻ പോകില്ല. അപ്പോൾ അതാണ് ഇസ്ലാമികമായ ജിനായാത്ത് നിയമങ്ങൾ. ഏത് നിയമങ്ങൾ? വ്യക്തിപരമായ നിയമങ്ങൾ, ക്രിമിനൽ പരമായ നിയമങ്ങൾ. എന്തൊക്കെയാണത്? അപ്പോൾ ചില ആളുകൾക്കൊരു സംശയം ഉണ്ടോ, ഈ കൊന്നവനെ കൊല്ലുക, കൈമുറിക്കുക, അടി അടിക്കുക, 40 അടി 80 അടി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഒരു മോശമുള്ള കാര്യമല്ലേ? അതൊരു അപകടമുള്ള കാര്യമല്ലേ? ഒരു പ്രയാസമുള്ള കാര്യമല്ലേ? ഒരു പ്രയാസമല്ല. അത് കിട്ടുന്നുള്ള, ഇങ്ങോട്ട് കിട്ടുന്നുള്ള പ്രശ്നം അനുഭവിക്കുകയാണെങ്കിൽ ഇതൊന്നും നടക്കില്ല. ഈ തെറ്റൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഫൈന് എഴുതുന്നുണ്ടല്ലോ നിങ്ങൾ. ഗൾഫിലൊക്കെ ഫൈന് വരുന്ന സമയത്ത് 1000-10,000 ഒക്കെ റിയാലാണ് ഫൈന് വരിക. അപ്പോൾ അത്രയും ഫൈന് വരുമെന്ന് പറയുമ്പോൾ ട്രാഫിക് നിയമങ്ങൾ പാലിക്കും. ഇപ്പോൾ കേരളത്തിലും തന്നെ ഫൈന് കൂടുതൽ കിട്ടും. വണ്ടിയുടെ ഇൻഷുറൻസ് തെറ്റിയാൽ ഇത്ര ഫൈന്, ഹെൽമെറ്റ് വെക്കാതെ പോയാൽ ഇത്ര ഫൈൻസ്, ഓവർ സ്പീഡ് ഇത്ര ഫൈൻ. അപ്പോൾ ഓവർ സ്പീഡ് നടത്തൂല, അപകടങ്ങൾ ഉണ്ടാവില്ല, അപകടങ്ങൾ കുറയും. അപ്പോൾ പേടിയുണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും അവരുടെ കുടുംബത്തിനും മുതലിനും അതുപോലെ അവരുടെ അഭിമാനത്തിനൊക്കെ സംരക്ഷണം നൽകുകയാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിക ജിനായാത്ത്, എന്താണ്, അവരുടെ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. ഇങ്ങനെ ഈ 4 ഭാഗങ്ങളാണ്. 1 മതപരമായ ആരാധനാപരമായ കാര്യങ്ങൾ, 2 ക്രയവിക്രയങ്ങൾ ഇടപാടുകൾ, 3 വൈവാഹികമായ കാര്യങ്ങൾ, 4 വ്യക്തിപരമായ നിയമങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഭൗതിക നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങളാണ് നമ്മളിതിൽ ചർച്ച ചെയ്യുക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? വായിക്കല്ലേ? യെസ്, ശ്രദ്ധിക്കണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർത്ഥം നമുക്കറിയാലോ അല്ലേ? ഒരു അറബി പദം വായിക്കുന്ന സമയത്ത് അതിൻ്റെ പൂർണ്ണമായ ഒരാൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ നമ്മൾ അർത്ഥം പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ബിസ്മില്ലാഹി, അള്ളാഹുവിൻ്റെ പേരുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. അർ റഹ്മാനി, ഈ ലോകത്ത് അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവൻ. റഹ്മാൻ എന്ന് പറഞ്ഞാൽ കാരുണ്യം ചെയ്യുന്നവൻ എന്നാണ് അർത്ഥം. കാരുണ്യം ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ലോകത്ത്, ഭൗതിക ലോകത്ത് അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും ഒക്കെ ഗുണം ചെയ്യുന്ന ആളാരാണ്? അള്ളാഹുവാണ്. മുസ്ലിമീങ്ങളായ ആളുകൾക്കും ഗുണം ചെയ്യുന്നു, അമുസ്ലിമീങ്ങൾക്കൊക്കെ ഗുണം ചെയ്യുന്ന അള്ളാഹു. അർ റഹീം, പരലോകത്ത്, നാളെ മഹ്ശറിൽ പരലോകത്ത് വെച്ച് ഈ ലോകത്ത് അള്ളാഹുവിനെ അനുസരിച്ചവർക്ക് മാത്രം ഗുണം ചെയ്യുന്നു. പരലോകത്ത് ആർക്കുണ്ടാവില്ല? അള്ളാഹുവിനെ ഭൂമി ലോകത്ത് അനുസരിക്കാത്ത ആളുകൾക്ക് ഗുണം ചെയ്യൂല. അപ്പോൾ ചുരുക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. ഏത് നല്ല കാര്യത്തിനും ബിസ്മി പറയൽ സുന്നത്താണ്. ഇപ്പോൾ നമ്മൾ ക്ലാസ്സിലിരിക്കുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വെള്ളം കുടിക്കുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതുപോലെ പുസ്തകം തുറക്കുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എഴുതാനിരിക്കുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പള്ളിയിലേക്ക് കയറാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വാഹനത്തിലേക്ക് കയറാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങനെ ഏതൊരു നല്ല കാര്യത്തിനും ബിസ്മി ചൊല്ലൽ എന്താണ്? പൂർണ്ണമായ ബിസ്മിയാണ് ബിസ്മില്ലാഹിർ റഹ്മാൻ. ഇനി ഇല്ലെങ്കിൽ ബിസ്മില്ല, അതെങ്കിലും പറയാം. പോലെ എവിടെ നിങ്ങൾ എവിടെ ഇതൊന്നും പറയാത്ത സുബൈർക്ക, വണ്ടി നിർത്തിയില്ലേ? എവിടെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അൽഹംദു, എല്ലാ സ്തുതിയും ലില്ലാഹി, അള്ളാഹുവിനിക്കാണ്. കണ്ടോ, പൂർണ്ണമായ ആശയായി. അൽഹംദു, എല്ലാ സ്തുതിയും ലില്ലാഹി, അള്ളാഹുവിനിക്കാണ്. എങ്ങനെയുള്ള അള്ളാഹു? റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ
റബ്ബ് എന്ന് പറഞ്ഞാൽ രക്ഷിതാവ്, അല്ല ആലമീൻ ലോകം, ലോകരക്ഷിതാവായ അള്ളാഹുവിനിക്കാണ് എല്ലാ സ്തുതിയും. ഇത് നമ്മൾ എപ്പോഴും പറയണം. അൽഹംദുലില്ലാ. അതിനോട് സാദൃശ്യമാണ് സിഫത്ത്, വസ്ഫി എന്നുള്ളതിൻ്റെ സിഫത്ത്. ഏറ്റവും വലിയ ദുആ ഏതാണെന്നറിയോ നിങ്ങൾക്ക്? അൽഹംദുലില്ലാ എന്നുള്ളതാണ്. എന്തൊക്കെയാ വർത്താനം? അയ്യോ ഒന്നും പറയണ്ട, ആകെ ഇടങ്ങാറാണ്, ഇടങ്ങാറാണാവും, ഭയങ്കര പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്, ഓനോട് ചോദിക്കണ്ടെന്നാവും. ഒരാളോട് അഭിപ്രായം ചോദിക്കുമ്പോൾ ഇതൊക്കെ സുഖല്ലേ? അൽഹംദുലില്ലാ. ബുദ്ധിമുട്ടാണെങ്കിലും ആ അൽഹംദുലില്ലാ എന്ന ഇവന്റെ സംസാരം കൊണ്ട്, പറച്ചിലുകൊണ്ട് അള്ളാഹു അവന്റെ ബുദ്ധിമുട്ടൊക്കെ നീക്കി കൊടുക്കും. ചില ആളുകളോട് സംസാരിക്കുമ്പോൾ തന്നെ തുടങ്ങുമ്പോൾ തന്നെ അദ്ദേഹം പറയും, അയ്യോ ഇടങ്ങേറാണ്, എന്താ പ്രയാസമാണ്, എന്താണെന്നറിയില്ല, കുടുങ്ങിയിട്ടുള്ളത്. എന്തിനാ അത് പറയണം? നമ്മളത് പറയേണ്ടത് അള്ളാഹുവിനോടല്ലേ. അപ്പം ഏറ്റവും വലിയ ദുആ അൽഹംദുലില്ലാ. അപ്പോൾ കുറേ ഖുർആൻ ഓതുന്ന, കുറേ ദിക്ർ ചൊല്ലുന്ന ആളുകളുണ്ടാവും. ഖുർആൻ ഓതുന്ന ആളുകൾ, ദിക്ർ ചൊല്ലുന്ന ആളുകൾ, ഇവരൊക്കെ ചിലപ്പോൾ അള്ളാഹുവിനോട് ദ്വാരക്കാൻ മറന്നുപോകും. സമയം കിട്ടൂല. എപ്പോഴും ദിക്റാകരം. നിങ്ങളെ അമ്മമാരും ഉമ്മമാരും കുടുംബങ്ങളൊക്കെ അങ്ങനെയുള്ള ചില ആളുകളൊക്കെ ഉണ്ടാവും. ചിലർ അപൂർവം ചില ആളുകളൊക്കെ ഉണ്ടാവും. അവർക്ക് ചിലപ്പോൾ ദിക്റും സ്വലാത്തും ഖുർആനും ഒക്കെ ആയിരിക്കും. അപ്പോൾ അവർ ചോദിക്കണേക്കാളും വലുത് അള്ളാഹു താല കൊടുക്കും ഇത് ചെയ്യുമ്പോൾ. ഉദാഹരണം, ഒരാൾക്ക് അള്ളാഹുവിനോട് ഇരുന്ന് ദ്വാരക്കാനുള്ള സമയം കൂടി അദ്ദേഹം ഉപയോഗപ്പെടുത്തി, ഇബാദത്തിന് ഉപയോഗപ്പെടുത്തി, ദിക്ർ ചെല്ലാൻ ഉപയോഗപ്പെടുത്തി, അല്ലെങ്കിൽ ഖുർആൻ ഓതാൻ ഉപയോഗപ്പെടുത്തി. എന്നാൽ ചോദിക്കുന്ന ആൾക്ക് കിട്ടുന്നതിനേക്കാളും വലിയ അളവിൽ ഇവന് ചോദിക്കാത്ത ഇവന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു നടത്തി കൊടുക്കും. അപ്പം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാ സ്തുതിയും അള്ളാഹുവിനാണ്, ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ്. അപ്പം ഇത് പറഞ്ഞാലുള്ള ഗുണം എന്താ? നമുക്ക് അള്ളാഹുവിൻ്റെ കാവലെപ്പോഴും ഉണ്ടാവും. വെള്ളം കുടിച്ചു കഴിഞ്ഞു, അൽഹംദുലില്ലാ. ഒരു നല്ലൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നടന്നു, അൽഹംദുലില്ലാ. ഒരു പരീക്ഷയിൽ വിജയിച്ചു, അൽഹംദുലില്ലാ. ക്ലാസ് ശ്രദ്ധിച്ചു കേട്ടു, അൽഹംദുലില്ലാ. ഒരു നല്ലൊരു വാർത്ത കേട്ടു, അൽഹംദുലില്ലാ. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ബിസ്മില്ലാ, അൽഹംദുലില്ലാ എന്നുള്ള ദിക്ർ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ നമ്മൾ ചെയ്യണം. വ അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാ ഇലാഹ, ആരാധിക്കാൻ അർഹൻ ഇല്ല, ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതെ, അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധിക്കാൻ അർഹനായ ഒരാളില്ല. വഹദഹു, അവൻ ഏകനാണ്, ലാ ശരീക ലഹു, അവന് പങ്കുകാരില്ല. വ അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അന്ന മുഹമ്മദൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ദുഹു, അല്ലാഹുവിൻ്റെ അടിമയും, വ റസൂലുഹു, അല്ലാഹുവിൻ്റെ റസൂലും ആണ്. വ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. ഷഹാദത്ത് കലിമ നമ്മൾ എപ്പോഴും ചൊല്ലൽ സുന്നത്താണ്. ഒരു പ്രസംഗം നടത്തുമ്പോൾ, ഒരു കിതാബ് എഴുതുമ്പോൾ, ഒരു വാക്ക് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും എന്താ പറയുക പ്രധാനപ്പെട്ട ഒരു മസ്അല എഴുതുന്ന സമയത്ത്, കിതാബ് എഴുതുന്ന സമയത്തൊക്കെ ഈ രൂപത്തിൽ ഹംദും ബിസ്മിയും സ്വലാത്തൊക്കെ ചൊല്ലി ഷഹാദത്ത് കലിമ പറയൽ പ്രത്യേകം കൂലിയുള്ള കാര്യമാണ്, സുന്നത്താണ്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തത്? വഅഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അത് സ്വലാത്തും ചൊല്ലുകയാണ്, സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി. അള്ളാഹുവിൻ്റെ ഗുണം, അള്ളാഹുവിൻ്റെ മഹത്തായ സ്വലാത്ത് നിബിതങ്ങളുടെ മേലുണ്ടാവട്ടെ, അവിടുത്തെ കുടുംബത്തിൻ്റെ മേലുണ്ടാവട്ടെ, വസ്വഹബിഹി, അവിടുത്തെ സ്വഹാബത്തിൻ്റെ മേലുണ്ടാവട്ടെ, വസല്ലം, സലാമും ഉണ്ടാവട്ടെ, രക്ഷയും മഹത്തായ ഗുണവും മഹത്തായ രക്ഷയും ഉണ്ടാവട്ടെ. സ്വലാത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലിയാൽ മിനിമം 10 സ്വലാത്തിൻ്റെ കൂലിയാണ്. അപ്പോൾ കൂടിക്കഴിഞ്ഞാൽ അത് 10 100 200 300 700 അങ്ങനെ ഇരട്ടി 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 കാര്യങ്ങളാകും. ഓരോ സ്വലാത്തിലും പവർ ഇങ്ങനെ കൂടിക്കും. അപ്പോൾ നമ്മൾ ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് സ്വലാത്തുകൾ ധാരാളം ചൊല്ലുക. എപ്പോഴും സ്വലാത്തില്ല, ഉറങ്ങുന്നതിന് മുമ്പ് കുറച്ച് സ്വലാത്തില്ല, ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷം 30 സ്വലാത്ത് വീതം ചൊല്ലുക. അപ്പോൾ നമുക്ക് അറിയാതെ തന്നെ 50 സ്വലാത്ത് നമ്മുടെ അക്കൗണ്ടിലാകും. 50 സ്വലാത്ത് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ
50 × 10 500 സ്വലാത്തിൻ്റെ കൂലി അള്ളാഹു നമുക്ക് നൽകും. സ്വലാത്ത് ഇല്ലാനുള്ള ഗുണം എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ പോലെ ചുമരിലേക്ക് പന്തെറിഞ്ഞാൽ തിരിച്ചു വരുമല്ലോ, കണ്ണാടിയിലേക്ക് ടോർച്ചടിച്ചാൽ തിരിച്ചടിക്കുമല്ലോ, അതേപോലെ അള്ളാഹുവിൻ്റെ രക്ഷയും അള്ളാഹുവിൻ്റെ ഗുണവും നിബിധങ്ങളുടെ മേൽ ഉണ്ടാവട്ടെ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ രക്ഷയും അള്ളാഹുവിൻ്റെ ഗുണവും നമ്മളുടെ മേലും ഉണ്ടാകും. എടുത്തതാടാ ഖബർ ഓക്കെ അല്ലേ? അത് ഓക്കെ അല്ലേ? ഇസ്മി മംദു ഓക്കെ അല്ലേ? അടുത്ത പറയട്ടെ. ഇത് കാണാതെ പഠിക്കണം കേട്ടോ. ഈ വിഷയം കാണാതെ പഠിക്കണം. അൽഹംദുലില്ലാഹ്. നിങ്ങളിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ പറയാം. ഒരു പ്രസംഗമൊക്കെ പ്രസംഗിക്കാൻ പറയും. നമ്മുടെ നാസർ ഖാനോട് പറയും, അടുത്ത ആഴ്ച ഒരു പ്രസംഗം പ്രസംഗിക്കണം. നാസർ ഖാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വബഅദു. ബിസ്മിയും ഹംദും സ്വലാത്തും സലാമുനും ശേഷം ഫഹാദ ഇത്, അതായത് ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യം മുഖ്തസുറുൻ ലളിതമാക്കപ്പെട്ട ഒരു കാര്യമാണ്, ചുരുങ്ങിയ കാര്യമാണ്. മുഖ്തസർ എന്ന് പറഞ്ഞാൽ ചുരുക്കപ്പെട്ടതാണ്. വിശാലായിട്ട് പറയണമെന്നില്ല, കുറേ പേജുകളൊന്നുമില്ല. ഫഹാദ മുഖ്തസറുൻ, ഇത് ചുരുക്കപ്പെട്ടതാണ്. ഏത് വിഷയത്തിൽ ചുരുക്കപ്പെട്ടതാണ്? ഫീമ, ഒരു വിഷയത്തിൽ. ലാബുദ്ദ, അത്യാവശ്യമാണ്. ലി കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിനും അത്യാവശ്യമാണ്. മിൻ മാരിഫത്തി, അതിനറിയാം. ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും അറിയൽ അത്യാവശ്യമായ ചുരുക്കപ്പെട്ട ഒരു കിതാബാണ് ഇത്. ഫഹാദ, ഇത് മുഖ്തസറുൻ, ചുരുക്കപ്പെട്ട ഒന്നാണ്. ചുരുക്കപ്പെട്ട ഒന്ന് പറഞ്ഞാൽ ചുരുക്കപ്പെട്ട കിതാബാണ്. ഏത് വിഷയത്തിൽ ചുരുക്കപ്പെട്ടതാണ്? ഫീമ, ഒരു വിഷയത്തിൽ. ലാബുദ്ദ, അത്യാവശ്യമാണ്. ലി കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിനും. മിൻ മാരിഫത്തി, അതിനെ അറിയൽ. ഔ മാരിഫത്തി മിഥിലിഹി, അല്ലെങ്കിൽ അത് പോലോത്തതിനറിയൽ. ഈ കിതാബ് തന്നെ പഠിച്ചോളണമെന്നൊന്നുമില്ല, ഇതുപോലോത്തത് പഠിച്ചാലും മതി. മിൻ ഫുറൂദി ത്വഹാറത്തി, ശുദ്ധീകരണത്തിൻ്റെ ഫറലുകളും, അതുപോലെ വസ്വലാത്തി, നിസ്കാരത്തിൻ്റെ ഫറലുകളും, വഗൈരിഹിം, അതല്ലാത്തതും. അപ്പം നിസ്കാരം, അതുപോലെ വുളു എടുക്കുക, ശുദ്ധീകരിക്കുക, കുളിക്കുക തുടങ്ങിയ ഫറലായ കാര്യങ്ങളെ അറിയുന്ന വിഷയങ്ങളിൽ എല്ലാ മുസ്ലിമിനും അത്യാവശ്യമായ വളരെ ലളിതമായ വളരെ ചുരുക്കപ്പെട്ട ഒരു കിതാബാണ് നമ്മൾ ഓതാൻ പോകുന്നത്. ഫഹാദ, ഇതാകുന്നത് മുഖ്തസറുൻ, ചുരുക്കപ്പെട്ട ഒരു കിതാബാണ്. ഫീമ, ഒരു വിഷയത്തിൽ. എങ്ങനെയുള്ള ഒരു വിഷയമാണ്? ലാബുദ്ദ, അത്യാവശ്യമാണ്. ലി കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിനും. മിൻ മാരിഫത്തിഹി, അതിനറിയൽ. അപ്പം കൂട്ടി വായിക്കുമ്പോൾ എല്ലാ മുസ്ലിമിനും അറിയൽ അനിവാര്യമായ ഒരു വിഷയത്തിൽ ഉള്ള ചുരുങ്ങിയ വാക്കുകളെ കൊണ്ടുള്ള ഒരു കിതാബാണിത്. ഔ മാരിഫത്തി മിസ്ലിഹി, അല്ലെങ്കിൽ ഇത് പോലോത്തതിനറിയാം. എന്തിനാൽ? എന്തിൽ നിന്നുമാണ് ഇത് പോലോത്തത് അറിയേണ്ടത്? മിൻ ഫുറൂദി ത്വഹാറ, ത്വഹാറത്തിൻ്റെ ഫറലുകളാൽ. ത്വഹാറത്ത് എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണം. വസ്വലാത്തി, നിസ്കാരത്തിൻ്റെ ഫറലുകളാൽ. വഗൈരിഹിമ, ഇത് രണ്ടുമല്ലാത്തതിനാൽ. ചുരുക്കി പറഞ്ഞാണ്, ഇനി കുറേ കാര്യങ്ങളുണ്ട്. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങി വിഷയങ്ങളൊക്കെ അറിയണമല്ലോ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കിതാബാണിത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? പറയും ബഷീർ ഖാൻ എവിടെ? പിന്നെ യെസ് യെസ് യെസ്. ഫയജിബു, അതുകൊണ്ട് നിർബന്ധമാണ്. തഅല്ലുമുഹു, ഇതിനെ പഠിക്കലും. തഅലീമുഹു, ഇതിനെ പഠിപ്പിക്കലും നിർബന്ധമാണ്. യജിബു, ഇപ്പോൾ നിർബന്ധമാണ്. തഅല്ലുമുഹു, ഇതിനെ പഠിക്കൽ. നിങ്ങൾക്ക് നിർബന്ധമാണ്, പഠിക്കൽ നിർബന്ധമാണ്. അപ്പോൾ തഅലീം, പഠിപ്പിക്കലും. ഇപ്പോൾ എനിക്ക് നിർബന്ധമാണ്, പഠിപ്പിക്കൽ നിർബന്ധമാണ്. ആർക്ക്? മിമ്മൻ, ഒരുത്തന്. യഹ്താജു ഇലൈഹി, ഇതിലേക്ക് ആവശ്യമുള്ളത്. ഇതൊക്കെ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ആൾക്ക് ഇതിനെ പഠിക്കലും പഠിപ്പിച്ചു കൊടുക്കലും നിർബന്ധമാണ്. അതാരൊക്കെ ആവാം? മിനർ റിജാലി, പുരുഷന്മാർ. വന്നിസ, സ്ത്രീകൾ. വസ്സിഗാരി, ചെറിയ കുട്ടികൾ. വൽ കിബാരി, വലിയ മുതിർന്നവർ. വൽ അഹ്റാരി, സ്വതന്ത്രർ. വൽ അബീദി, അടിമകൾ. അടിമകളാവട്ടെ, സ്വതന്ത്രരാവട്ടെ, ചെറിയവരാവട്ടെ, വലിയവരാവട്ടെ, പുരുഷന്മാരാവട്ടെ, സ്ത്രീകളാവട്ടെ, എല്ലാവർക്കും, ആവശ്യമുള്ള എല്ലാവർക്കും ഇതിനെ പഠിക്കലും
പഠിപ്പിച്ചു കൊടുക്കലും നിർബന്ധമാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എവിടെ ഇനി പോവാം. ബാബു ത്വഹാറ, ത്വഹാറത്തിൻ്റെ ബാബ്, ശുദ്ധീകരണത്തിൻ്റെ ബാബ്. ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് കുളിക്കലും ഒന്ന് ഉളു എടുക്കലും. അപ്പം നമ്മൾ ഉളുവിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. എനിക്കറിയാം ഉളുവിൻ്റെ ഫർളുകൾ, ഉളുവിൻ്റെ സുന്നത്തുകളൊക്കെ നമുക്കറിയാം. കുറേ കാര്യങ്ങൾ ഉളു എടുക്കുന്ന ആളുകളാണല്ലോ. ഉളുവിന് എത്ര ഫർളുകളുണ്ട് എന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഉളുവിന് എത്ര ഫർളുകളുണ്ട്? എത്ര ഉണ്ടാവും? ആറെണ്ണം അല്ലേ? ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടില്ലേ? ഫുറൂദുൽ വുളൂഇ, വുളൂഇന്റെ ഫർളുകൾ സിത്തത്തു അശ്യാഇൻ, 6 കാര്യങ്ങളാണ്. വുളൂഇന്റെ ഫർളുകൾ 6 കാര്യങ്ങൾ. ഒന്ന് അൽ അവ്വലു, ഒന്നാമത്തത് അന്നിയ്യത്തു, നിയ്യത്ത് വെക്കുക. നിയ്യത്ത് വെക്കുക. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഇമ്മാ നിയ്യത്തു റഫ്ഇൽ ഹദസി, അശുദ്ധിയെ ഉയർത്തുന്നു എന്ന് കരുതുക. റഫ്ഉൽ ഹദസ്, അശുദ്ധിയെ ഉയർത്തുക. ഉയർത്തുക എന്ന് പറഞ്ഞാൽ ഉയർത്തി കളയാന്ന്, ഇല്ലാതെയാക്കുക എന്നർത്ഥം. നമ്മളൊരു സാധനത്തെ ഉയർത്തൽ കളയാനല്ലേ? എടുത്ത് കളയാൻ, അശുദ്ധിയെ എടുത്ത് കളയുന്നു. അല്ലെങ്കിൽ അവ ത്വഹാറത്തു, ശുദ്ധീകരിക്കുന്നു എന്ന് കരുതുക. എന്തിനു വേണ്ടി? ലിസ്വലാത്ത്, നിസ്കാരത്തിന് വേണ്ടി ശുദ്ധിയാവുന്നു. അല്ലെങ്കിൽ വൽ വുളു, വുളു ചെയ്യുന്നു എന്ന് കരുതുക. ഇങ്ങനത്തെയൊക്കെ നിയത്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഒന്നിരിക്കെ അശുദ്ധിയെ ഉയർത്തുന്നു. നമ്മൾ പറയില്ല നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി വുളു എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു, അതും പറ്റും. നിസ്കാരത്തിന് വേണ്ടി ഞാൻ ശുദ്ധിയാവുന്നു എന്നും പറ്റും. അശുദ്ധിയുള്ള എൻ്റെ അവസ്ഥയെ ഞാൻ നീക്കുന്നു, അശുദ്ധിയെ ഉയർത്തുന്നു എന്നും കരുതാം. ഇതെപ്പോഴാണ് കരുതണ്ട്? വത്തക്കൂനു ഹാദിഹി, ഇതുണ്ടാവും ഇൻദ ഗസ്ലിൽ വജി, മുഖം കഴുകുന്ന അവസരത്തിൽ. മുഖം കഴുകുന്ന അവസരത്തിൽ, മുഖം കഴുകുമ്പോഴാണ് ഇത് വെക്കേണ്ടത്. അപ്പം അതിനു മുമ്പ് കുറേ സുന്നത്തായ കാര്യങ്ങളുണ്ട്, അത് നമ്മൾ പറയും, ശേഷം പറയും. ഒന്ന് നിയ്യത്ത്, എപ്പോഴാണ് വെക്കേണ്ടത്? മുഖം കഴുകുന്ന അവസരം. നമ്മൾ മുഖം കഴുകണം, ഇങ്ങനെ ഉള്ളെടുത്തു അങ്ങനെ കഴുകുക. ഈ കഴുകുന്ന സമയത്താണ് എന്ത് ചെയ്യേണ്ടത്? നിയ്യത്ത് വെക്കുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എവിടെ പറയും ബഷീർക്ക എവിടെ? എല്ലാവരും പറയും. അസാനി, രണ്ടാമത്തത് വസ്ലുൽ വജ്ഹി, മുഖം കഴുകുക. ജമീഇഹി, മുഴുവനും, മുഖം മുഴുവനും കഴുകുക. മുഖത്ത് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ കഴുകുക. ഒരു കുരുണ്ട് ഇങ്ങനെ, അല്ലെങ്കിൽ രോമുണ്ട് ഇങ്ങനെ, മൂക്ക് കുറച്ച് നീണ്ടു, അല്ലെങ്കിൽ കണ്ണിൻ്റെ ഇവിടെ ഒരു വലിയൊരു കുരുണ്ടായി, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കഴുകും. ഷഅറൻ, മുടിയാലും, ബസറൻ, തൊലിയാലും ഒക്കെ കഴുകും. മുടിയും അവിടെയുള്ള രോമങ്ങളും അവിടെയുള്ള തൊലിയൊക്കെ കഴുകും. ഏതൊഴികെ ഇല്ലാ ബാത്തിന ലഹിയത്തിൽ കസീഫത്തി, തിങ്ങിയ താടിയുടെ ഉള്ളൊഴികെ. ചിലർക്ക് തിങ്ങിയ താടി ഉണ്ടാവും, നല്ല കട്ടിയുള്ള താടി, അതിൻ്റെ ഉള്ളു കഴുകൽ നിർബന്ധമില്ല. അതിൻ്റെ ഉള്ളു, പുറം കഴുകണം, ഉള്ളു കഴുകൽ നിർബന്ധമല്ല. വൽ ആരിലൈനി, താടി എന്ന് പറഞ്ഞാൽ ഇതാട്ടോ, ലഹിയത്ത് എന്ന് പറഞ്ഞാൽ ഈ താടിയാണ്, ഇവിടെ താടിയെല്ലും ഉണ്ടാകും. ആരിലൈനി, വൽ ആരിലൈനി എന്ന് പറഞ്ഞാൽ ഈ കവിൾത്താടി, രണ്ടെണ്ണം ഉണ്ടല്ലോ, വലത്തെ കവിളും ഇടത്തെ കവിളും. കാരണം വൽ ആരിലൈനി, 2 കവിൾത്താടിയും. അൽ കസീഫൈനി, തിങ്ങിയതായ. അപ്പൊ തിങ്ങിയതായ 2 കവിൾത്താടിയും തിങ്ങിയതായ താടിയും അതിൻ്റെ ഉള്ളൊഴികെ മുഖത്തുള്ള മുഴുവൻ ഭാഗത്തെയും കഴുകണം. അപ്പോൾ കണ്ണിൻ്റെ പീലി, കണ്ണിൻ്റെ രോമം, പുരികം, അതൊക്കെ എന്ത് ചെയ്യണം? കൃതാവ്, ഇതൊക്കെ കഴുകണം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പോൾ 1 നിയ്യത്ത്, 2 മുഖം കഴുകുക. 3 ഗസ്ലുൽ യദൈനി, 2 കൈകൾ കഴുകുക. മഅൽ മിർഫഖൈനി, മുട്ടോടുകൂടെ, മുട്ടുൾപ്പെടെ, മുട്ടും കഴുകണം. മുട്ട് കഴുകുമ്പോഴാണ് കൈ ഫുള്ളായിട്ട് കഴുകിയെന്ന് വരുള്ളൂ. അപ്പോൾ 2 കൈകളും മുട്ടുൾപ്പെടെ കഴുകുക. 4
മസ്ഹു ഷൈഇൻ മിൻ ബശറത്തി റഅ്സി. റഅ്സ് എന്ന് പറഞ്ഞ തല, ബശറത്ത് എന്ന് പറഞ്ഞ തൊലി. തലയുടെ തൊലിയിൽ നിന്നും വല്ലതിനെയും കഴുകുക. മുടിയില്ലാത്ത ഒരാൾ, തലയിൽ മുടിയൊന്നുമില്ല, പിന്നെ തലൻ്റെ ആ തൊലിയല്ലേ ഉണ്ടാവുക. ഔ ഷഅരിഹി, അല്ലെങ്കിൽ രോമം, തലയിലുള്ള മുടിയിൽ നിന്ന് അല്പം തടവുക. വലോ ബാല ഷഅറത്തിന്, അത് അല്പം ചില മുടിയുമാണെങ്കിലും ശരി, കുറച്ചെങ്കിലും തടവുക. അപ്പോൾ നാലാമത്തത് തല തടവുക. അൽ ഖാമിസു, അഞ്ചാമത്തത് ഗസ്ലു റിജ്ലൈഹി, രണ്ട് കാലുകളെ കഴുകുക. മഅൽ കഅബൈനി, നെരിയാണി ഉൾപ്പെടെ, രണ്ട് കാലിൻ്റെയും നെരിയാണി ഉൾപ്പെടെ കഴുകുക. 6 അത്തർത്തീബു, ക്രമത്തിൽ ചെയ്യുക. ഹക്കഥ, ഇപ്രകാരം ആദ്യം നിയ്യത്ത്, മുഖം കഴുകുക, കൈ രണ്ടും കഴുകുക, തല തടവുക, കാല് രണ്ടും കഴുകുക. ഇങ്ങനെ ക്രമത്തിൽ ചെയ്യുക. ആദ്യം കാലും, പിന്നെ കൈയും, പിന്നെ മുഖം, അങ്ങനെ പറ്റില്ല. ഈ പറഞ്ഞ ഓർഡറിൽ നമ്മൾ ചെയ്യുക. ഇങ്ങനെ വുളൂഇനക്ക് 6 ഫർളുകൾ ഉണ്ട്. ഓക്കെ ആണോ? ഓക്കെ ആണോ? യെസ്. ഒരാൾ പറയാം, ഈ 6 പറയാൻ പറ്റുന്ന ഒരാളുണ്ട്? പറയാം. ഉസ്മാനൊക്കെ പറയട്ടെ. ഇപ്പൊ പറഞ്ഞ 6 പറയാം. പറഞ്ഞോളൂ, മൈക്ക് ഓൺ ചെയ്ത്. ഏതൊക്കെ? മുഖം സമയത്ത് നീയത്ത് വെക്കാം. പിന്നെ രണ്ടാമത്തെ മുഖം കടിക്കുക. വെള്ളം കൊണ്ട് മുഖം കഴുകും. പിന്നെ 2 കൈകൾ ഉൾപ്പെടെ. നാലാമത്തെ തടവുക. അത് കഴുകല്ല, തടവുക. പിന്നെ ക്രമപ്രകാരം ചെയ്യുക. ഇത് നമ്മൾ ചെയ്യുന്നതാണ് അല്ലേ? ഉളു എടുക്കുമ്പോൾ നമ്മൾ ദിവസം ചുരുങ്ങിയത് 5 നേരമെങ്കിലും നമ്മൾ ഉളു എടുക്കും. ഇതേ രൂപത്തിൽ തന്നെ ചെയ്യല്. ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നിയ്യത്ത് വെക്കേണ്ടത് എപ്പോഴാണ്? ഫർദിൻ്റെ നിയ്യത്ത് വെക്കേണ്ടത് മുഖം കഴുകുന്നതിനോടൊപ്പമാണ് വെക്കേണ്ടത്. മുഖം കഴുകുന്നതിനോടൊപ്പം. അതിൻ്റെ മുമ്പ് നമ്മൾ പറയൽ സുന്നത്താണ്. നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഉളു എന്ന ഫർദിനെ ഞാൻ വീട്ടിൽ നിന്ന് പറയൽ സുന്നത്താണ്. പറയുമ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ കരുതലുണ്ടാവുക, കരുതലിന് ബലം കൂട്ടുക. ഏതുപോലെ നിസ്കാരത്തിന് നമ്മൾ നിയ്യത്ത് വെക്കൂല, നിയ്യത്ത് പറയും, അത് സുന്നത്താണ്. എപ്പോഴാണ് നിയ്യത്ത് വെക്കേണ്ടത്? അല്ലാഹു അക്ബർ എന്ന എന്ന അക്ഷരത്തിൻ്റെയും റാ എന്ന അക്ഷരത്തിൻ്റെയും ഇടയിൽ എന്ത് ചെയ്യണം? നിയ്യത്ത് വരണം, മനസ്സിൽ വരണം. അപ്പോൾ ഇതിനോടൊപ്പം ചെയ്യേണ്ടത് ഒരു പ്രവൃത്തിയിലേക്ക് അതുമായി ബന്ധപ്പെടുന്ന സമയത്താണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഉളുവും തന്നെ, ഉളുവിൻ്റെ ഫർള് തുടങ്ങുന്നത് മുഖം കഴുകുന്നതുമാണ്. അപ്പോൾ നിയ്യത്താണ് വെക്കേണ്ടത്. നിയ്യത്ത് ഈ മുഖം കഴുകുന്നതിനോടൊപ്പമാണ് വെക്കേണ്ടത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സാഹിദ്, ഏതെങ്കിലും പദങ്ങൾ കിട്ടാത്തതുണ്ട്, അർത്ഥം കിട്ടാത്തതുണ്ട്? ഈ പറ, നോട്ട് ചെയ്യണേ. യഹ്താജു, ആവശ്യമായിരിക്കുന്നു. തഅല്ലുമ്, പഠിക്കുക. തഅലീമ്, പഠിപ്പിക്കുക. റിജാല്, പുരുഷന്മാർ. നിസാ, സ്ത്രീകൾ. സിഗാർ, ചെറിയ കുട്ടികൾ. കിബാർ, വലിയ കുട്ടികൾ. അഹ്റാർ, സ്വതന്ത്രർ. അബീദ്. പിന്നെ ഫുറൂദുൽ വുളൂഇ 6 അശിയായും. അന്നിയ്യത്തു. റഫ്ഉൽ ഹദസ് എന്ന് പറഞ്ഞാൽ അശുദ്ധിയെ ഉയർത്തുക. വസ്ലുൽ വജ്ഹി, മുഖം കഴുകുക. ഷഅർ, രോമം. ബശർ, തൊലി. അൽ ലിഹിയത്തുൽ കസീഫത്തു, തിങ്ങിയതായ താടി. ഈ താടി കേട്ടോ, നമ്മുടെ ഇവിടെ ഉള്ള താടി. വൽ ആരിദൈനിൽ കസീഫൈൻ എന്ന് പറഞ്ഞാൽ തിങ്ങിയതായ 2 കവിൾ താടി. 2 കവിൾ താടി. പിന്നെ മസ്ഹ് എന്ന് പറഞ്ഞാൽ തടവുക, കഴുകലല്ല, തടവാണ്. ഒരാൾ കഴുകിയെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. വെള്ളം ഒഴിച്ച് തലമ്മ തടവിയാലും കഴുകലിൻ്റെ അപ്പുറത്താണല്ലോ, തടവലിൻ്റെയും അപ്പുറത്താണല്ലോ കഴുകൽ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ബാക്കി ഉളുവിൻ്റെ ഭാഗമൊക്കെ സുന്നത്താണ്. ബാക്കി ഉളുവിൻ്റെ ഭാഗത്ത് വരുന്നതൊക്കെ സുന്നത്ത്. അപ്പോൾ സുന്നത്തും കൂടി നമുക്കൊന്ന് പറയാം. സുനനുഹു, സുന്നത്തുകൾ. ഉളുവിൻ്റെ സുന്നത്തുകൾ. അസ്സിവാക്കു, മിസ്വാക്ക് ചെയ്യുക, പല്ലിയേക്കുക. പല്ലിയേക്കൽ എപ്പോഴും സുന്നത്താണ്. ഏത് സമയത്തും പല്ലിയേക്കൽ സുന്നത്താണ്. പല്ലിയേക്കുന്നതിന് ഒരുപാട് മഹത്വമുണ്ട്.
രാവിലെ ഉറക്കത്തിൽ നമ്മൾ സാധാരണ രാവിലെ ഉറക്കത്തിന് എഴുന്നേറ്റാൽ പല്ലിയേക്കുക, ഉറങ്ങാൻ പോകുമ്പോൾ പല്ലിയേക്കൽ സുന്നത്താണ്, ഉറക്കത്തിന് എഴുന്നേറ്റ് പല്ലിയേക്കൽ സുന്നത്താണ്, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് സുന്നത്താണ്, ഭക്ഷണം കഴിച്ചതിന് ശേഷം സുന്നത്താണ്, പല്ല് തേക്കുമ്പോൾ തന്നെ ബ്രഷ് ഈ രൂപത്തിൽ പിടിക്കൽ സുന്നത്താണ്. ഇതങ്ങനെ കാണുന്നുണ്ടോ? ഇവിടെ ഇവിടെ നിങ്ങൾ കാണുന്നില്ലല്ലോ, കാണുന്നുണ്ടോ? ഇങ്ങനെ പിടിക്കുക, അപ്പോൾ സ്ട്രോങ് കിട്ടും. അങ്ങനെ പിടിക്കുക. അതിന് വലതുഭാഗം കൊണ്ട് തുടങ്ങുന്ന സുന്നത്താണ്. ഒറ്റ മിസ്വാക്കിലാണ് ഈ പറയുന്നത്. വലതുഭാഗം കൊണ്ട് തുടങ്ങുന്ന സുന്നത്താണ്. ഒരമുള്ളത് കൊണ്ട് മിസ്വാക്കിയൽ സുന്നത്താണ്. അത് തന്നെ അറാക്ക് കൊണ്ടാവൽ സുന്നത്താണ്. നല്ല മണുള്ളത് കൊണ്ടാവൽ സുന്നത്താണ്. മേൽഭാഗം കൊണ്ട് തുടങ്ങുന്ന സുന്നത്താണ്. ഉൾഭാഗം കൊണ്ട് മിസ്വാക്ക് ചെയ്യണം. അടിഭാഗവും അതിൻ്റെ ഉൾഭാഗവും നാവും മിസ്വാക്ക് ചെയ്യണം. നാവ് നീളത്തിൽ ഇങ്ങനെ, നാവ് എങ്ങനെ ഇങ്ങനെ ആക്കണം, പല്ലിങ്ങനെ വീതിയിൽ. ഇടങ്ങേറാക്കിയിട്ട് ചെയ്യരുത്. ബ്രഷ് കൊണ്ട് പല്ല് തേച്ചിട്ട് പിന്നെ ചോരയും മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ട് അങ്ങനെ ചെയ്യരുത്. ഒരു മയത്തിൽ ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് പല്ല് തേക്കുമ്പോൾ പിന്നെ പല്ല് അധികം അഴുക്കൊന്നും ഉണ്ടാവില്ല. പല്ല് തേച്ചതിന് ശേഷം പല്ല് കുത്തൽ സുന്നത്താണ്. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞില്ല. രാവിലെ ഉറക്കുന്ന എഴുന്നേറ്റ് വൈകുന്നേരം ഉറങ്ങാൻ വേണ്ടി കട്ടിൽ പോയിട്ട് ഉറങ്ങുന്നത് വരെ ഉറക്കവും അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രൂപത്തിലാക്കാൻ പറ്റുന്നു. മിസ്വാക്ക് തേച്ച് ഉറങ്ങൽ ഭയങ്കര സുന്നത്താണ്, ഭയങ്കര കൂടിയുള്ള കാര്യമാണ്. അതുപോലെ നാവ് നമ്മൾ നാവിൻ്റെ മേൽഭാഗം ഉണ്ടല്ലോ, അണ്ണാക്ക്, നാവ് നിൽക്കുന്നതിൻ്റെ മേൽഭാഗം ഉണ്ടല്ലോ, അതും ബ്രഷ് കൊണ്ട് എന്ത് ചെയ്യണം, ഇങ്ങനെ അതിൻ്റെ മേൽഭാഗം, അത് സുന്നത്താണ്. പടച്ചോനെ, മിസ്വാക്ക് ചെയ്താലുള്ള ഗുണം 30ഓളം ഗുണങ്ങളുണ്ട്. അത് ഞാനൊരു PDF ഇതിൽ ആഡ് ചെയ്യും, നിങ്ങളത് വായിച്ചു നോക്കി. എത്ര ഗുണങ്ങളതിൽ പറയുന്നത്, 30ഓളം ഗുണങ്ങൾ. ഒരു പല്ലേച്ചാൽ അത് നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് നാളെ ഞാൻ ചോദിക്കും, പറഞ്ഞു ഒന്ന് വായിച്ചു നോക്കി, അതിൽ ആഡ് ചെയ്യാം, നോട്ട്സിൽ ആഡ് ചെയ്യാം. അതുപോലെ മിസ്വാക്ക് ചെയ്ത് നിസ്കരിച്ചാലുള്ള ഗുണം എത്ര അറിയുന്നത്? മിസ്വാക്ക് ചെയ്യാതെ 70 റക്അത്ത് നിസ്കരിച്ച കൂലിയാണ് മിസ്വാക്ക് ചെയ്ത് നിസ്കരിച്ചത്. മിസ്വാക്ക് ചെയ്യാതെ 70 വട്ടം നിസ്കരിച്ച കൂലി ഒറ്റ വട്ടം മിസ്വാക്ക് ചെയ്ത് നിസ്കരിച്ചത്. മിസ്വാക്ക് ചെയ്ത് ഉളു എടുത്താൽ ഒറ്റ പ്രാവശ്യം ഉളു എടുത്താൽ 70 പ്രാവശ്യം മിസ്വാക്ക് ചെയ്യാതെ ഉളു എടുത്ത കൂലി കിട്ടും. എത്ര പവറാണ് മിസ്വാക്ക്! അല്ലോ, നമ്മൾ മിസ്വാക്ക് ചെയ്യുക. ഒന്ന് മിസ്വാക്ക് ചെയ്യാം. പിന്നെ അപ്പോൾ ആദ്യം ബ്രഷ് ചെയ്യുക. അപ്പോൾ നിസ്കരിക്കണതിൻ്റെ സമയത്ത് എങ്ങനെ ചെയ്യാം? നമുക്ക് ചെറിയ ടവലൊക്കെ ഉണ്ടാവില്ല നിങ്ങളുടെ കയ്യിൽ, ചെറിയ ടവലും സൗകര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അത് ജസ്റ്റ് ഒന്ന് കയ്യിൽ ഇങ്ങനെ നോക്കി, മറ്റൊരാൾക്ക് വെറുപ്പുണ്ടാവാത്ത രൂപത്തിൽ ഒരു ടവലാണെങ്കിൽ ഇതാ, ഒരു ടവലാന്ന് വിചാരിച്ചു, ഇങ്ങനെ ചുറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലില്ല നയിക്കാം. അതിൻ്റെ കൂലി കിട്ടി. ചെറിയ അറാക്ക് നമ്മുടെ കയ്യിലുണ്ട്. നമ്മളിപ്പോൾ നാട്ടുകാരെ എന്താക്കണ്ട, നാട്ടുകാരെ കൊണ്ട് നല്ല വർത്താനം പറയിപ്പിക്കാനായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ഒഴിവാക്കിയാൽ എങ്ങനെ ഉണ്ടാവുക? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞാൻ സുന്നത്ത് നിസ്കരിച്ചാൽ ഓലെന്താ പറയുക, ഞാൻ ഖുർആൻ ഓതുമ്പോൾ ഇവലെന്താ വിചാരിച്ച, ഞാൻ വേറെ എന്തെങ്കിലും സ്വതക്ക കൊടുക്കുന്നത് കാണുമ്പോൾ അവരെന്താ വിചാരിച്ച, ഇങ്ങനെ ചെയ്താൽ നമ്മൾ നല്ല കാര്യങ്ങളൊന്നും ചെയ്യലുണ്ടാവുമോ? ഉസ്മാൻക്ക, നാസർക്ക, ചെയ്യലുണ്ടാവുമോ? ഓലെന്താ വിചാരിച്ച, ഇവരെന്താ വിചാരിച്ച, അവരെന്താ വിചാരിച്ചാന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും നല്ല കാര്യം ചെയ്യാനുണ്ടാവില്ല, ഒരു കാര്യം ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ അള്ളാഹു എന്താ വിചാരിക്കുക, പടച്ചോൻ എന്താ വിചാരിക്കുക, അതാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്നെ പടച്ച എൻ്റെ റബ്ബ് എന്ത് വിചാരിക്കും, അള്ളാനെ ആലോചിക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം ജനങ്ങളെ വെറുപ്പിക്കണം എന്നല്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങളെ വെറുപ്പിക്കാനോ മടുപ്പിക്കാനോ ചടപ്പിക്കാനോ പാടില്ല. ഉള്ളി കഴിച്ച് നിസ്കരിക്കാൻ വരരുത്, ആ സ്മെല്ല് എല്ലാവർക്കും പറ്റൂല. അപ്പോൾ ജമാഅത്തിന് ഉള്ളി കഴിച്ചു വരൽ പറ്റൂല, കറാത്ത്. അപ്പോൾ മറ്റുള്ളവർ ചിലപ്പോൾ ഈ വാസന കൊണ്ട് ഇതായിരിക്കും. അപ്പോൾ മോശമായ വാസനകളൊക്കെ നമ്മൾ നീക്കം ചെയ്തിട്ട് വേണം സഭയിൽ വരണമെങ്കിൽ. ജമാഅത്തിനൊക്കെ വരുമ്പോൾ ഒന്ന് കുളിച്ച് ഫ്രഷായി അഴുക്കൊക്കെ കളഞ്ഞ വസ്ത്രം ധരിച്ചിട്ട് വരണം. അത് വേറെ കാര്യം. ഞാൻ പറഞ്ഞത്, നമ്മൾ നല്ല കാര്യം ചെയ്യുന്നത് ജനങ്ങൾ കണ്ടപ്പോൾ എന്താ പറയുക, ഇവനൊരു വലിയൊരാൾ, വലിയൊരു സൂഫി എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ കളിയാക്കും. അതുകൊണ്ട് നമ്മൾ ചെയ്യാതിരുന്നുണ്ടെങ്കിൽ അപ്പോൾ നാളെ അള്ളാൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അള്ള പറയും, ഈ ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് കുറേ കാര്യങ്ങൾ ചെയ്തതും കുറേ കാര്യം ഒഴിവാക്കിയതും, ഓരോരുത്തർക്ക് പോയിക്കോളി. അപ്പോൾ
നമ്മൾ ചെയ്യാം ഇൻഷാ അല്ലാഹ്. മിസ്വാക്ക് സുമ്മ തസ്മിയത്ത്, പിന്നെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം പറയാം. ബിസ്മില്ലാഹി റഹ്മാൻ, അതിൻ്റെ മുമ്പ് അഊദു കൂടി ഉണ്ട് കേട്ടോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം പറയൽ സുന്നത്താണ്. അപ്പോൾ ഗസ്ലുൽ കഫൈനി, മുൻകൈ രണ്ടും കഴുകുക. കഫ് എന്ന് പറഞ്ഞാൽ ഈ മുൻകൈനാവുക. ഒരു കഫ്, ഇത് കഫ് രണ്ടെണ്ണം ഉണ്ടല്ലോ, അപ്പോൾ കഫൈനി രണ്ട് മുൻകൈ കഴുകുക. ഉമ്മൽ മൽമുളത്തു, പിന്നെ വായിൽ വെള്ളം കൊപ്പിളിക്കുക. വായിൽ വെള്ളം കൊപ്പിളിക്കുക. വലിസ്തിൻ ഷാഖു, മൂക്കിൽ വെള്ളം കയറ്റുക. മൂക്കിൽ വെള്ളം കയറ്റുക. വലിസ്തിൻ സാറു, അത് പിഴിയ. കയറ്റുക പിഴിയുക. എത്ര സുന്നത്താണ്, അതെങ്ങനെ ചെയ്യുക ഒന്ന് ഉച്ചരിച്ചോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറ. എന്നിട്ട് വെള്ളം എടുക്കും. വെള്ളം എടുത്തിട്ട് അപ്പോൾ നമ്മൾ ആ കൈ കഴുകുമ്പോൾ തന്നെ ഞാൻ സുന്നത്ത് നിർവഹിക്കുന്നു എന്ന് മനസ്സിൽ കരുതണേ. ഞാൻ സുന്നത്തായ കാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മനസ്സിൽ കരുതണം. എന്നിട്ട് വെള്ളം എടുത്തു. വെള്ളം എടുത്തിട്ട് നമ്മൾ വായിലേക്കാക്കി, കുറച്ച് മൂക്കിലേക്ക് വെച്ചു. ആ കോരിയിൽ നിന്ന് തന്നെ ഇട്ടാം. ആ കോരിയിൽ നിന്ന് തന്നെ ചെയ്യുക. ഒറ്റ കോരി എടുക്കുക. എന്നിട്ട് ഒന്ന് കറക്കിയിട്ട് പുറത്ത് തുപ്പുക. പിന്നെ മൂക്കിലെ വെള്ളം ചീറ്റുന്ന സമയത്ത് ഇനി ചീറ്റിട്ട് ഫുള്ള് പോകുന്നില്ലെങ്കിൽ നമ്മൾ ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ പിഴിയുക. എത്ര സുന്നത്താണ്. ഒത്തസ്ലീസു, 3 പ്രാവശ്യമാക്കൽ സുന്നത്താണ്. അപ്പോൾ മസ്ഹു ജമീഇ റഅസി, തല മുഴുവൻ തടവൽ സുന്നത്താണ്. തല മുഴുവൻ. നമ്മളിപ്പോൾ അല്പം തടവലാണ് നിർബന്ധം. അല്പത്തുമ്പോൾ നിർത്തണ്ടെങ്കിലേ തൊപ്പി ഇങ്ങോട്ട് അയക്കണം. തൊപ്പി ഉണ്ട് അയച്ചു വെച്ച് കൈ രണ്ടും കാണിക്കുക. ഈ 2 വിരൽ കണ്ടെങ്കിൽ ഈ 2 വിരൽ ഇവിടെ വെക്കുക. ചെന്നിയിൽ തലവേദന ഉണ്ടാകുന്ന സമയത്ത് ചെന്നിക്കുത്ത് കെട്ടില്ലെങ്കിൽ ഇവിടെ ചെന്നി ഇവിടെ വെക്കുക. ഇവിടെ വെച്ചിട്ട് അങ്ങനെ അല്ലാഹു ബിസ്മില്ലാഹ്. നമ്മുടെ തോന മുടിയുള്ള ആളുകളുണ്ടാവും. ഒരാൾ തോന മുടിയുള്ള ഒരാൾ നിലയിൽ ഞാൻ വീഡിയോ ഓണാക്കാൻ പറഞ്ഞു. ഈ സാറ അൻഷാദ് എന്ന് പറഞ്ഞ ആള്, ഇവരുടെ പേരെന്താ? കുറച്ച് മുടി ഉണ്ട് അല്ലേ? മുടിയുള്ള ആളുകൾ എന്ത് ചെയ്യണം? മുടിയുള്ള ആളുകൾ ഇങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് തന്നെ വരണം. ഞാനൊക്കെ മുടിയില്ലാത്ത ആളാണ്. മുടി വെട്ടിയ ആളാണ്. അപ്പം എനിക്ക് ഇങ്ങനെ പോയാൽ തന്നെ മുടി കുറച്ച് കൂടുതലുള്ള ആൾ ഇങ്ങനെ അളകി മറിയുന്ന മുടിയൊക്കെ ഉണ്ട്. നമ്മളെ സായുധനെയൊക്കെ പോലെ, ധോണിനെയൊക്കെ പോലെ ഇങ്ങനെ കുടുങ്ങണ മുടിയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടും വരും. അപ്പോൾ മുടിയുടെ അപ്പുറം തടവുക. ചെവി തടവുക. അതാണ് മസ്ഹു ജമീഇ റഅസ്, സ്ഥലം മുഴുവൻ തടവുക. അപ്പോൾ മുഴുവനായിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ മുഴുവനാവില്ല. നിങ്ങൾ നോക്കി പിടിക്കുമ്പോൾ മുഴുവനാവും. പിന്നെ സുമ്മൽ ഉദുനൈനി, പിന്നെ 2 ചെവി. അതും ശ്രദ്ധിക്കണം. 2 ചെവി ഒപ്പ തടവുണ്ട്. വെള്ളം ഫുള്ളായിട്ട് എടുക്കട്ടെ. വെള്ളം നമ്മൾ 2 കൈയിലും ഫുള്ളായിട്ട് എടുക്കുക. എന്നിട്ട് തടവാണ്. എന്നിട്ട് നമ്മൾ ഈ ചൂണ്ട് വിരൽ ഉള്ളിൽ, ചൂണ്ട് വിരലിൻ്റെ 2 സൈഡ് കൊണ്ട് ഉള്ളിൽ തടവുക. ചൂണ്ട് വിരലിന് 2 സൈഡുണ്ട്. ഈ സൈഡുണ്ട്, മൊത്തം 3 സൈഡുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ളിൽ തടവുക. തള്ള വിരലുകൊണ്ട് പുറം തടവുക. അപ്പോൾ ഈ ചൂണ്ട് വിരലിൻ്റെ ചൂണ്ട് വിരലിൻ്റെ ഈ ഭാഗം കണ്ടെങ്കിൽ നഖം നിൽക്കുന്ന ഈ നമ്മളിങ്ങനെ ഫിംഗർ പോയിൻ്റ് ആക്കുന്ന ഭാഗം അവിടെ വെള്ളം ഉണ്ട്. അത് ചെവിൻ്റെ കുഴി തടവുക. ചെവിൻ്റെ കുഴി തടവുക. പിന്നെ അവസാനം നമ്മൾ ഇവിടെ വെള്ളം തടവും. ഈ ഭാഗത്ത് വന്നു. അതുകൊണ്ട് ഇങ്ങനെ ആക്കുക. എത്ര സുന്നത്താ പഠിച്ചോനെ. വസ്സിമാഹൈനി, ചെവിയുടെ 2 കുണ്ടും ചെവിക്കുഴിയും തടവുക. പിന്നെ വത്തഖ്ലീലുൽ ലിഹിയത്തി അൽ കസീർ, തിങ്ങിയ താടി തിക്കകറ്റുക. നല്ല എൻ്റെ താടി പോലത്തെ താടിയൊന്നുമല്ല, നമ്മുടെ ഉസ്മാൻ ഖാൻ്റെ താടി പോലത്തെ താടിയല്ല. നല്ല തടിപൊളി നീങ്ങോട്ടത്തിലുള്ള താടിയുള്ള ആളുകൾ. അപ്പോൾ അവരെന്ത് ചെയ്യുക? വെള്ളം മുഖം കഴുകി കഴിഞ്ഞിട്ട് വെള്ളം പിന്നെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ വെള്ളം എടുത്തിട്ട് സുന്നത്താണ്. അപ്പോൾ തഖ്ലീലുൽ അസാബിഇ, വിരലുകൾ എന്ത് ചെയ്യുക? ഇടർച്ചയാക്കുക. വിരലുകൾ തിക്കകറ്റുക. വിരലിങ്ങനെ പിടിക്കുക. കൈ കഴുകുമ്പോൾ തന്നെ ഇങ്ങനെ ആക്കുക. വിരലുകൾ കോർത്തിട്ടും മാറ്റി. അപ്പോൾ തത്വീലുൽ ഖുറത്ത് പറഞ്ഞ മുഖം നീട്ടിക്കഴുകുക. മുഖപ്പം മുഖത്തിൻ്റെ പരിധി എന്ന് പറഞ്ഞാൽ 2 ചെവിയും ഈ മുടി, സാധാരണ ഒരാളുടെ മുടി മുളക്കുന്ന ഭാഗവും ഈ താടിയല് വരെയാണ്. അപ്പോൾ നീട്ടിക്കഴുകുക. ഒന്നിങ്ങനെ കയറ്റിയിട്ട് ചെവിയൊക്കെ ഇട്ട് ഇങ്ങനെ കഴുകുക. അത് സുന്നത്താണ്.
തഹജീൽ കൈകാലുകളും കയറ്റി കഴുകുക. തഹജീൽ എന്ന് പറഞ്ഞാൽ കൈകാലുകൾ. കൈ മുട്ട് വരെ നിർബന്ധമുള്ളൂ. കുറച്ചുകൂടി കയറ്റും. കയറ്റുന്ന ഏതുവരെ? ഈ തോള് വരെ കയറ്റാം. കാല് മുട്ട് വരെ കയറ്റാം. കാലെന്ത് ചെയ്യാം? മുട്ട് വരെ കയറ്റാം. അതിന് മേലെ കയറ്റും. കൈ കഴുകുമ്പോൾ ഇങ്ങനെ ബടിയും ആക്കരുത്. ഇതുവരെ കഴുകുക. കയറ്റി കഴുകുക സുന്നത്ത്. നാളെ വിളിക്കുന്ന കൈകാലുകൾ പ്രകാശിക്കുന്നവരെ, ശരീരം മുഴുവൻ പ്രകാശിക്കും, കൈയും കാലുകളും ഇങ്ങനെ എടുത്തിങ്ങനെ പ്രകാശിക്കും. അപ്പോൾ അവരെ വിളിക്കും നാളെ. അപ്പോൾ നിങ്ങൾ കയറ്റി കഴുകിയെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കൈയും കാലൊക്കെ കയറ്റി കഴുകി, മുഖവും കയറ്റി കഴുകി. വൽ മുവാലാത്തു തുടരെ ചെയ്യുക. ഓരോന്ന് കഴിഞ്ഞേക്കെന്ന് ചെയ്യുക. അപ്പോൾ കൈ കഴുകിയിട്ട് നേരം മുഖം പിന്നെ കൈ കഴുകിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. പിന്നെ മുഖം കഴുകുക, പിന്നെ കൈ കഴുകുക. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാതെ തുടരെ ചെയ്യുക. എവിടെ നിങ്ങൾ കൂടെ അല്ലേ? എവിടെ റാഫി? ജാഹിദില്ലേ? ഒപ്പല്ലേ? അൻഷാദ്? ഈ നമ്മുടെ നുസൈബ ഹബീബാര, നിങ്ങളുടെ പേരെന്താ? ഹഫീസ്. ഓക്കെ, ഹഫീസ്. ഓക്കെ, മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? തർക്കുൽ ഇസ്തിആനത്തി സഹായം ഉപേക്ഷിക്കുക. സഹായം ഉപേക്ഷിക്കുക. തെർക്ക് ഉപേക്ഷിക്കുക. ഇസ്തിആനത്ത് സഹായം. സ്വബി വെള്ളം ഒഴിച്ചു തരുന്നതിലും ആ വെള്ളം എടുത്താ ഒഴിച്ചടിക്കാം, അവിടെ കോരിക്കൊണ്ടെന്നാ എന്നൊക്കെ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ആ രൂപത്തിൽ അടങ്ങറൊക്കെ തന്നെ ആളുകൾ. മറിച്ച് ഒരാൾക്ക് കഴിവൊന്നുമില്ല, മോനെ വെള്ളം ഒഴിച്ചു കൊണ്ട കഴിയും, എനിക്ക് വെള്ളം ഭാരെടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള ആവശ്യം ഉണ്ടാകുന്ന സമയത്ത് സഹായം തേടാം. അല്ലെങ്കിൽ അനാവശ്യമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിൽ സഹായം തേടുന്നത് ഉപേക്ഷിക്കൽ സുന്നത്താണ്. സ്വന്തമായിട്ട് ചെയ്യും. തർക്കു തൻഷീഫി തോർത്തൽ ഒഴിവാക്കുക. ബിഹിർക്കത്തിൽ തുണി കൊണ്ട് ഇതെടുത്ത് കഴിഞ്ഞിട്ട് തോർത്തൽ ഒഴിവാക്കുക. നല്ല തണുപ്പാണ്, ഭയങ്കര അപകടം വരുന്ന രൂപത്തിലാണെങ്കിൽ തോർത്തൽ ഒഴിവാക്കുക. സാധാരണ നമ്മൾ അങ്ങനെ ഉണങ്ങിക്കോളും സ്വാഭാവികമായിട്ടും. കുളി കഴിഞ്ഞാലും അങ്ങനെ തന്നെ കേട്ടോ. കുളി കഴിഞ്ഞാലും തോർത്തൽ ഒഴിവാക്കൽ സുന്നത്താണ്. തോർത്താതിരുന്നാൽ ചിലർക്ക് പനിയോ മറ്റോ അപകടമൊക്കെ വരുന്നുണ്ടെങ്കിൽ തോർത്താം. നമ്മൾ തോർത്താതിരുന്നു എന്ന് വിചാരിച്ചിട്ട് വലിയ കാര്യങ്ങളൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ടും കുളിച്ച ഒരു പവർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? വെള്ളം ഇങ്ങനെ ശരീരം ഇങ്ങനെ വലിച്ചെടുക്കണം. അത് കുറച്ച് കഴിഞ്ഞാൽ ഓണമെന്നും സ്വാഭാവികമായിട്ടും ഓണം. ഇത്തരം കാര്യങ്ങളാണ്. സിവാക്ക് മിസ്വാക്ക് ചെയ്യുക, തസ്മിയത്ത് ബിസ്മി ചൊല്ലുക, വസുൽ കഫേനി 2 മുൻകൈ കഴുകുക, മൽമലത്ത് വായിൽ വെള്ളം കൊപ്പിളിക്കുക, ഇസ്തിൻഷാക്ക് മൂക്കിൽ വെള്ളം കയറ്റുക, വലിസ്തിൻസാറു മൂക്കിൽ നിന്ന് വെള്ളം പിഴിയുക, വത്തസിലീസു സലാസ 3 എണ്ണമാക്കുക, എല്ലാം 3 പ്രാവശ്യം കഴുകുക. ഓ മസ്ഹു ജമീഇ റഅസി തല മുഴുവൻ തടവുക, ഉമ്മലുദനൈനി പിന്നെ 2 ചെവികൾ തടവുക, സിമാഹൈനി 2 ചെവിയുടെ കുഴി തടവുക, ഒത്തഖലീലുൽ ലിഹയത്തിൽ കസീഫത്തി തിങ്ങിയ താടി തിക്കകറ്റുക, ഒത്തഖലീലുൽ അസാബിഇ വിരലുകൾ കോർക്കുക, ഒത്തത്വീലുൽ ഖുറത്തി മുഖം നീട്ടിക്കഴുകുക, ഒത്തഹജിൽ കൈകാലുകളും നീട്ടിക്കഴുകുക, വൽ മുവാലാത്തു തുടരെയാക്കുക, ഒത്തർക്കുൽ ഇസ്തിആനത്തി സഹായം തേടുന്നത് ഒഴിവാക്കുക, ഫിസ്വബി വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന വിഷയത്തിൽ സഹായം തേടുന്നത് ഒഴിവാക്കുക, ഒത്തർക്കു തൻഷീഫ് തോർത്തുന്നത് ഒഴിവാക്കുക, ബിഹിക്കത്തിൻ തുണി കൊണ്ട്. പിന്നീട് ഉരച്ച് കഴുകുക. കുറേ സുന്നത്തുണ്ട്. അത് ഞാൻ ഇൻഷാ അല്ലാഹ് നോട്ട്സിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. കുറച്ച് മലയാളത്തിലുള്ളത് ആഡ് ചെയ്യാം. നിങ്ങളത് വായിച്ച് മനസ്സിലാക്കിയിട്ട് സുന്നത്തായ കാര്യങ്ങൾ ചെയ്യും. ചുരുങ്ങിയത് നമുക്ക് ഒരു 19 സുന്നത്ത്, 19 അല്ല 50 സുന്നത്തുകൾ ചേർത്ത് ഈ ഫർളുകളെ നമുക്ക് ഒന്നുകൂടി ഭംഗിയുള്ളതാക്കി മാറ്റാൻ കഴിയും. നല്ല ഭംഗിയിലാക്കാൻ കഴിയും. അപ്പോൾ ശരിക്കും ഒരു വുദുവൊക്കെ നിർത്തി വുദുവിന് ശേഷം ചെയ്യേണ്ട സുന്നത്തുകൾ, വുദുവിന് ശേഷം എന്താണ്? ഇന്നാ അൻസൽനാഹു 3 പ്രാവശ്യം ഓതൽ സുന്നത്താണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ 2 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്താണ്. വുദു എടുത്ത വെള്ളത്തിൽ നിന്ന് ഒരു പാത്രത്തിൽ നിന്ന് നമ്മൾ വുദു എടുക്കുന്നത്, അന്ന് ബാക്കി വെള്ളം കുടിക്കൽ സുന്നത്താണ്. അതുപോലെ അങ്ങനെ കുറേ സുന്നത്തുകളുണ്ട്, നമ്മളതിൽ ആഡ് ചെയ്യാം. അപ്പോൾ കിതാബിൽ പറഞ്ഞ ഇത്തരം കാര്യങ്ങളാണ്. ഈ ഭാഗങ്ങൾ നിങ്ങളൊന്ന് എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. ഈ രൂപത്തിൽ വുദു എടുക്കുക. റെഡിയാണോ? എവിടെ എല്ലാവരും? ഇവിടെ ബഷീർക്ക ഓക്കെ അല്ലേ?
അപ്പോൾ 6 ഫർളുകൾ പറഞ്ഞു. സുന്നത്തുകൾ നമ്മൾ നിശ്ചിത എണ്ണം പറയുന്നില്ല കേട്ടോ. സുന്നത്തുകൾ ഒരു 10-38 സുന്നത്തുകളുണ്ട്. അത് നമ്മൾ ഇതിൽ കുറച്ച് സുന്നത്തുകളെ പറഞ്ഞിട്ടുള്ളൂ. ഈ സുന്നത്തുകൾ തന്നെ ഓരോന്നും പെർഫെക്റ്റ് ആയിട്ട് വേറുണ്ട്. ഈ ഞാൻ പറഞ്ഞല്ലോ, തേച്ചൊരച്ച് കഴുകുക, അത് 3 പ്രാവശ്യത്തിൽ സുന്നത്താണ്. അതുപോലെ നമ്മൾ ഒരു പണ്ടൊക്കെ ഉണ്ടായിരുന്നില്ല പാത്രം, ഉളുവെടുക്കുന്ന പാത്രം, ഒരു വാലക്കുള്ള പാത്രം, അത് ഇടതുഭാഗത്ത് വെക്കൽ സുന്നത്താണ്. കോരി എടുക്കുകയാണെങ്കിൽ അത് വലതു ഭാഗത്താകുന്ന സുന്നത്താണ്. നമ്മളിങ്ങനെ കോരുകയാണെങ്കിൽ അത് വലതു ഭാഗത്താകുക. വലിയ പാത്രം, ഒരു വലിയ പാത്രവും ചെറിയ പാത്രം ഉണ്ടെങ്കിൽ വലിയൊരു പാത്രത്തിൽ നിന്ന് വെള്ളം ഇങ്ങനെ കോരിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് വെച്ചെങ്കിൽ ആ വലിയ പാത്രം നമ്മുടെ വലതു ഭാഗത്ത് വെക്കൽ സുന്നത്താണ്. എന്നിട്ട് അതിന് കപ്പ് കൊണ്ട് കോരുക. എന്നിട്ട് ആ കപ്പ് ഇവിടെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എന്ത് ചെയ്യുക, ഇടതു ഭാഗത്തു നിന്ന് ഉളുവെടുക്കൽ സുന്നത്താണ്. അതുപോലെ ഇരുന്നിട്ട് ഉളുവെടുക്കൽ സുന്നത്താണ്. ഉളുവിന് ശേഷം അല്ലാഹുമ്മ ജഅൽനി മിനത്ത് തവ്വാബീൻ ജഅൽനി മിനൽ മുത്തത്വഹിരീൻ ജഅൽനി മിൻ ഇബാദിക സാലിഹീൻ എന്ന ദിക്റുണ്ട്. അത് പറയൽ സുന്നത്താണ്. സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളും അവന് മുമ്പിൽ തുറക്കപ്പെടും. ഏത് കവാടത്തിലൂടെയാണ് അവൻ ഇഷ്ടപ്പെടുന്നത് അതിലൂടെ അവൻ പ്രവേശിക്കാം. ആ ദിക്ർ ചൊല്ലുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് പറയും. സുന്നത്തുകളൊന്ന് പറയാൻ കഴിയോ? പറഞ്ഞ സുന്നത്തുകളൊന്ന് പറയാൻ കഴിയോ? ആരാ പറയാ? നമ്മുടെ ഹഫീസ് പറയട്ടെ. ഈ പറഞ്ഞൊന്ന് വായിച്ചിട്ടൊന്ന് പറഞ്ഞേ. പിന്നെ അടുത്ത് പിന്നെ ഹോസ്റ്റൽ കഫേനി മുൻകൈ 2 മുൻകൈ കഴുകുക. മൽമലത്ത് മൽമലത്ത് എന്ന് പറഞ്ഞാൽ വായിൽ വെള്ളം കൊപ്പിളിക്കുക. മൽമലം ഇങ്ങനെ നമ്മൾ വെള്ളം ഇങ്ങനെ ആക്കുന്ന സമയത്ത് ഒരു ശബ്ദം വരുമല്ലോ, അതിനോട് എന്ത് വായ വെള്ളാക്കുന്ന സമയം അതൊരു മൽമലം എന്നാ വരിക ആ ശബ്ദം. മൽമലത്ത്. വലിസ്തിൻ ഷാത്ത് മൂക്കിൽ വെള്ളം കയറ്റുക. പിന്നെ വലിസ്തിൻ സാറ് എന്ന് പറഞ്ഞാലോ ഇസ്തിൻസാർ എന്ന് പറഞ്ഞാൽ അത് പിഴിഞ്ഞെടുക്കുക കേട്ടോ. ഇസ്തിൻഷാക്ക് എന്ന് പറഞ്ഞാൽ കയറ്റുക, വെള്ളം കയറ്റുക. ഇസ്തിൻസാർ എന്ന് പറഞ്ഞാൽ വെള്ളം പിഴിയുക. തസ്ലീസ് തസ്ലീസ് പറ. പിന്നെ അടുത്ത ആരാ പറയാ? റാഫി പറയട്ടെ. മസ്ഹു ജമീഇ റഅസി മസ്ഹു ജമീഇ റഅസി പറയും. റാഫി അല്ല, റാഷിദ്. എൻ്റെ മറ്റേ ക്ലാസ് തോന്നുന്നു. റാഷിദ് പറയും. പറഞ്ഞോ. തല മുഴുവൻ തടവുക. ജമിയ എന്ന് പറഞ്ഞാൽ മുഴുവൻ, തല മുഴുവൻ തടവുക. പിന്നെ തുമ്മൽ ഉദനേനി ഉദനേനി പറഞ്ഞാല് ചെവികൾ. അല്ലല്ല, ഉദനൈനി എന്ന് പറഞ്ഞാൽ 2 ചെവികൾ. സിമാഖൈനി എന്ന് പറഞ്ഞാൽ ചെവിയുടെ കുഴി. സിമാഖൈനി എന്ന് പറഞ്ഞാൽ ചെവിയുടെ കുഴി. പിന്നെ തിക്കകറ്റുക. തിക്ക് അകറ്റുക. തഹ്ലീൽ എന്ന് പറഞ്ഞാൽ തിക്ക ഇടർച്ചയാക്കുക എന്നാണ് അർത്ഥം. അതായത് ഇങ്ങനെ തിങ്ങിയ താടി ഇങ്ങനെ നമ്മളിങ്ങനെ വിരലൊക്കെ വെച്ചിട്ട് വെള്ളം കൊണ്ടാക്കിയിട്ട് ഇങ്ങനെയൊക്കെ ആക്കുക. അടിയിൽ നിന്ന് ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ കൈ കൊണ്ടുപോകുമ്പോഴും അത് അവിടെ ഒക്കെ വെള്ളമാകുമല്ലോ. തിങ്ങിയ താടിയുടെ ഉള്ളു കഴുകൽ നിർബന്ധമല്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ തിങ്ങിയ താടിയുടെ ഉള്ളു ഇങ്ങനെ തിക്കകറ്റൽ സുന്നത്താണ്. തിക്കകറ്റുക എന്ന് വെച്ചാൽ കസീഫത്ത് പറഞ്ഞാൽ തിങ്ങിയത് കേട്ടാ. ലിഹിയത്ത് പറഞ്ഞ താടി, തിങ്ങിയതായ താടി തിക്കകറ്റ്. പിന്നെ തഖ്ലീലുൽ അസാബിഇ
അസാബി വിരലുകൾ, വിരലുകൾ തിക്കകറ്റുക. വിരല് കയ്യിൻ്റെയും കാലിൻ്റെയും കാല് ഇതാ ഞാൻ പറഞ്ഞുതരാം. കാലിപ്പോൾ ഇങ്ങനെയല്ലേ വരിക അല്ലേ? ഇത് ശ്രദ്ധിക്കണേ, കാലിങ്ങനെ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇത് വലത്തെ കാലാട്ടോ. ഈ വലത്തെ കാലം എങ്ങനെ ചെയ്യേണ്ടത് നിങ്ങൾ ഇടത്തെ കയ്യിൻ്റെ ചെറുവിരലുണ്ടോ, ചെറുവിരലുകൊണ്ട് ഇങ്ങനെ ഈ ഭാഗത്തുനിന്ന് അത് ഇവിടുന്ന് തുടങ്ങി, ചെറുവിരലുകൊണ്ട് ഇങ്ങനെ ഇവിടെ തുടങ്ങി. എന്നിട്ട് പിന്നെ ഇടത്തെ കാലിൻ്റെ ഇതുണ്ടല്ലോ, ഇടത്തെ കാലിൻ്റെ ഇവിടുന്നും ഇടത്തെ കാലിൻ്റെ ചെറുവിരലുണ്ട് തന്നെ ഇങ്ങനെ ചെയ്യാം. ഇടത്തെ കാല് ഇങ്ങനെ ആക്കുക. അല്ലാതെ കാലുവിരല് അതെ അതെ, ഇടത്തെ കാലിൻ്റെ വലത്തെ കാലിൻ്റെ ചെറുവിരൽ കൊണ്ട് തുടങ്ങി ഇടത്തെ കാലിൻ്റെ ചെറുവിരലിൽ അവസാനിക്കും. നമ്മൾ നഖം മുറിക്കൂലേ, നഖം മുറിക്കണ സമയത്ത് എങ്ങനെ നഖം മുറിക്കുക? കൈ മുറിക്കുമ്പോൾ ആദ്യം വലത്തെ കൈയിൻ്റെ ചൂണ്ടുവിരൽ മുറിക്കും, എന്നിട്ട് പിന്നെ ഇവിടുന്ന് ഇങ്ങനെ വരും, പിന്നെ തള്ളവിരൽ. ഇടത്തെ കൈയിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ ഇടത്തെ കൈയിൻ്റെ നഖം മുറിക്കുമ്പോൾ എങ്ങനെയാണ്? ചെറുവിരൽ തുടങ്ങി തള്ളവിരൽ അവസാനിക്കും. കാലിന് നഖം മുറിക്കുമ്പോൾ വലത്തെ കാലിൻ്റെ ചെറുവിരൽ തുടങ്ങി ഇടത്തെ കാലിൻ്റെ ചെറുവിരലിലാണ് അവസാനിക്കുക കാലിനകം. അതേപോലെ തന്നെയാണ് ഇവിടെ കാല് കഴുകുമ്പോൾ, കാലിന് തിക്കകറ്റുമ്പോൾ കാലിൻ്റെ ഇപ്പോൾ ഇത് വലത്തെ കാലും ഇത് ഇടത്തെ കാലും എന്ന് സങ്കല്പിച്ചു ഞങ്ങൾ ഇപ്പോൾ കാണിക്കുന്നത്. ഇതാണ് വലത്തെ കാല് കേട്ടോ. നിങ്ങൾക്ക് ഫോണിൽ കാണുമ്പോൾ അത് ഇടത്തെ കൈയായിട്ടാണ് തോന്നുന്നത്, ഇടത്തെ കാലായിട്ടാണ് തോന്നുന്നത്. അപ്പം എൻ്റെ വലത്തെ കാല്. അപ്പോൾ അതിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതെൻ്റെ ഇടത്തെ കൈയാണ്. ഇടത്തെ കൈയിൻ്റെ ഇതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു തുടങ്ങി ഇങ്ങനെ ആക്കി. പിന്നെ ഇത് ഇടത്തെ കാലാട്ടോ. പിന്നെ എനിക്ക് കൈ വേറെ എന്തല്ലോ, ഈ കൈ എടുത്തു വന്നു, എൻ്റെ ചെറുവിരലെടുത്തു ഇതാ ഇങ്ങനെ ചെയ്തു. മനസ്സിലായോ? സുബൈർ ഖാൻ, സാഹിദ്, ഹഫീസ്, ഉസ്മാൻ ഖാൻ, ബഷീർ ഖാൻ, നമ്മുടെ പുതിയ നാസർ ഖാൻ, ഓക്കെ അല്ലേ? നിങ്ങൾ എൻ്റെ കൂടെ അല്ലേ? ഞാൻ ഒറ്റക്കാണോ? എല്ലാവരും ഉണ്ട്. ഓക്കെ. പിന്നെ തത്വീലിൽ ഉറത്തി, മുഖം നീട്ടിക്കഴുകുക. ഉറത്ത് പറഞ്ഞ മുഖം, തഹജീൽ പറഞ്ഞ കൈകാലുകൾ. തഹജീൽ പറഞ്ഞ കൈകാലം. അപ്പം മുഖവും കൈകാലും തത്വീല് നീട്ടുക. തഹജീൽ പറഞ്ഞ കൈകാലം. മുവാലാത്ത് പറഞ്ഞാൽ തുടരെ തുടരെ ചെയ്യുക. തുടരെ എന്ന് പറഞ്ഞാൽ തർത്തീബല്ല, തർത്തീബ് ക്രമപ്രകാരമാണ്. ഈ ക്രമം എന്തായാലും ഉണ്ട്. തുടരെ എന്ന് പറഞ്ഞാൽ ഒന്ന് കഴിഞ്ഞിട്ട് അധികം വൈകാതെ അടുത്തത് ചെയ്യുക. കുറേ സമയം എടുക്കരുത്. ഒരാളെന്ത് ചെയ്തു? മുഖം കഴുകി എന്നിട്ട് ചായ കുടിച്ച് വന്നിട്ട് കൈ കഴുകുക. സംഭവം അവിടെ ക്രമപ്രകാരം ചെയ്യും, തർത്തീബ് ഉണ്ടാവും. പക്ഷെ എന്തില്ല, മുവാലാത്തില്ല. തുടരെ ചെയ്യാന്നുള്ളതില്ല. ഇത് തുടരെ ചെയ്യാം. പിന്നെ തെർക്കുൽ ഇസ്തിആനത്തി, സഹായം തേടുന്നത് ഉപേക്ഷിക്കുക. ഫിസ്വബ്, സ്വബ് എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിൽ ആവശ്യമുണ്ടെങ്കിൽ സഹായം തേടുക. ആവശ്യമുണ്ടെങ്കിൽ സഹായം തേടുക, ഇല്ലെങ്കിൽ വെറുതെ എന്തിനാ ചെയ്യുന്നത്? ഒരു സുന്നത്തല്ലേ, ഇവൻ സ്വന്തമായിട്ട് ചെയ്യാം. തെർക്കു തൻഷീഫി ബിഹിർക്കത്തിൻ, തുണി പോലത്തത് കൊണ്ട് തുടക്കുന്നത് ഉപേക്ഷിക്കുക. അതും സുന്നത്താണ്, തുടക്കാതിരിക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഒന്ന് വായിച്ചു നോക്കണേ. എവിടെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയും. ലാസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കണം. ഇപ്പം നമ്മുടെ ക്ലാസ്സിൻ്റെ സമയം കഴിഞ്ഞു. നമ്മുടെ ഗ്രൂപ്പിലോ അതുപോലെയൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം, സംശയങ്ങൾ തീർക്കാം. ഈ ഭാഗങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്തില്ലേ? നോട്ട് എഴുതിയില്ലേ എല്ലാവരും? ഹഫീസ് നോട്ട് എഴുതിയില്ലേ? കുറച്ച് എഴുതിയെന്ന് പറഞ്ഞാൽ കുറേ എഴുതാണ്ട്. നോട്ട് എഴുതണം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ കാണിച്ചു തരണം നോട്ട്. മറന്നുപോകും. ഈ അറബിയിൽ ഇപ്പം നമ്മൾ ഗ്രാമർ പഠിക്കുമ്പോഴാണ് ഇത് കൃത്യമായിട്ട് അത് എങ്ങനെ വായിക്കും എന്നുള്ളതൊക്കെ വരുള്ളൂ. ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഒരു വാക്കർത്ഥങ്ങളൊക്കെ പഠിച്ചു പോകണം നല്ലതാണ്. ഗ്രാമർ ഇൻഷാല്ലാ നമ്മൾ എത്തും. ഗ്രാമർ ആദ്യം തന്നെ തുടങ്ങൂല, ഗ്രാമർ കുറച്ച് കേട്ടത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് ഒപ്പം വായിച്ചർത്ഥം പറയാനും ഇതിനൊക്കെ കഴിയും. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അർത്ഥം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കുക. ഇതൊക്കെ നമ്മൾ ഓർമ്മയുള്ള വിഷയം, നമ്മൾ പഠിച്ച വിഷയം എന്നാണ് എല്ലാവരോടും പറയുന്നത്. ഇത്
ഇതിപ്പോൾ നമ്മൾ പഠിച്ച കാര്യം തന്നെ നമ്മൾ ദിവസം ചെയ്യുന്ന കാര്യമാണ്. വുളു എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ദിവസം ചെയ്യുന്നതാണ്. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് തറാവീഹിന് പോകുന്ന സമയം, തറാവീഹിന് പോകുമ്പോൾ ഒരു പള്ളിക്കത്തെ ഉസ്താദ് ഇങ്ങനെ പ്രസംഗിക്കുക, ഈ നിസ്കാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമല്ലോ തറാവീഹിന് ശേഷം. അപ്പോൾ ഒരു 50-55 വയസ്സുള്ള ഒരാൾ ഉസ്താദ് ഇങ്ങനെ ചോദിച്ചു, നമ്മൾ വുളു എടുക്കുമ്പോൾ നിയ്യത്ത് എവിടെ വെക്കുക? അപ്പോൾ ഒരാൾ പറയാണ് കൈ കഴുകുമ്പോഴാണ് വെക്കുക പറഞ്ഞാൽ അദ്ദേഹം മരണപ്പെട്ടുള്ള അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ വേറെ വിഷയം. കൈ കഴുകുമ്പോൾ അപ്പോൾ അദ്ദേഹം 50-55 വയസ്സ് വരെ വുളു എടുക്കുമ്പോഴുള്ള നിയ്യത്ത് എപ്പോഴാണ് വെച്ചിക്കണ്? കൈ കഴുകുമ്പോഴാണ്. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ നമുക്കറിയാനുള്ള മാർഗങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും നമ്മളത് പഠിക്കാതിരുന്നാൽ പിന്നെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമ്മളിപ്പോൾ തുടങ്ങുകയാണ്. ഈ തുടങ്ങിയ സ്പിരിറ്റ്, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത്, ഈ ഒരു സ്പിരിറ്റ് നമ്മൾ ഇത് കഴിയോളം നമ്മുടെ ഭാഗത്തുണ്ടാകണം. ഈ ക്ലാസ് തീരുവോളം, നമ്മൾ ഈ പഠനം തുടരുവോളം വേണം. എപ്പോഴെങ്കിലും ഉണ്ട് എൻ്റെ ഇമ്പ്രഷൻ ഉണ്ട് പോയി കഴിഞ്ഞാൽ, പിന്നെ ഇങ്ങനെ ഒരു ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ എനിക്ക് പല ബുദ്ധിമുട്ടുകളും വന്നാൽ പിന്നെ നമുക്കിങ്ങനെ മതിയായിരിക്കും. അയ്യോ ഒരു ക്ലാസ് മിസ്സായാലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇടങ്ങാറാവുമല്ലോ, അങ്ങനെയുള്ള ചിന്തകളായിരിക്കും. അപ്പം അതൊന്നും നിങ്ങളുടെ മനസ്സിൽ വരരുത്. ഈ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിലാണ് നിർബന്ധമായിട്ടും ക്ലാസ് ഉണ്ടാവുകയുള്ളൂ. ഒരു മാസം 16 ക്ലാസ്. ഈ ക്ലാസ്സിൻ്റെ സമയത്ത് നിങ്ങൾ വേറെ ഒരു ഏർപ്പാടും ചെയ്യേണ്ട. അടിയന്തരമായ വല്ല സാഹചര്യം ഉണ്ടെങ്കിൽ ചെയ്യാന്നേ ഉള്ളൂ. നിർബന്ധമായും നിങ്ങൾ വീഡിയോ ഓൺ ചെയ്യണം. ഞാൻ ഒന്നുകൂടി പറയാണ്, വീഡിയോ ഓൺ ചെയ്ത് ഒരു കൃത്യമായിട്ട് ഒരു ഉള്ളു എടുത്ത് വൃത്തിയായി തലയൊക്കെ മറിച്ച് നല്ല കൃത്യതയോടുകൂടെ ഒരു പരിഗണിച്ചിട്ട് ഈ വിഷയം. ഞാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ തലയൊക്കൊട്ടൊക്കെ അയച്ച് ഒരു കുപ്പായമൊന്നും ഇടാതെ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ എന്താ വിചാരിച്ചാൽ എന്താണ് ഈ ഉസ്താദിൽ പറ്റിയിരുന്നത് വിചാരിക്കും അല്ലേ? നിങ്ങളും അതേപോലെ തലയെക്കെട്ട് കെട്ടണമെന്നല്ല പറഞ്ഞ് വെള്ളക്കുപ്പായിടണമൊന്നുമല്ല, ഒരു മാന്യമായ വേഷം ധരിച്ച് തൊപ്പിയൊക്കെ ധരിച്ച് നോട്ടും പേനയും കയ്യിലെടുത്ത് കൃത്യമായി നോട്ട് ചെയ്ത് നമ്മൾ നല്ല മട്ടത്തിൽ പോകണം. ഒരു വിഷയത്തെ എത്രത്തോളം പരിഗണിക്കുന്നോ അതിനനുസരിച്ച് പഠിച്ചോ നമുക്ക് എന്ത് ചെയ്യും, വിജയം നൽകും. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാത്രമല്ല, പഠിച്ചാത്തത് കൂടി അള്ളാഹു പറഞ്ഞു തരും. പഠിച്ചാത്ത കാര്യങ്ങൾ കൂടി അള്ളാഹു നമുക്ക് പറഞ്ഞു തരും, ഓർമ്മ തരും. ഇപ്പം ഇൻഷാ അല്ലാഹ് എല്ലാവരും പ്രത്യേകം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എന്തെങ്കിലും എനിക്ക് വല്ല ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ മറ്റേ ഉസ്താദിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസത്തെ ക്ലാസ് ചിലപ്പോൾ ശനിയാഴ്ചയ്ക്കോ അല്ലെങ്കിൽ ഞായറാഴ്ചത്തേക്കോ മാറ്റി വെച്ചേക്കാം, അനിവാര്യമായ കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ. അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ തന്നെ ക്ലാസ് എടുക്കുള്ളൂ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം. ഇനി ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്കൊരു ക്ലാസ് പങ്കെടുക്കാൻ മിസ്സായി പോവുകയോ വൈകുകയോ ചെയ്താൽ ബാക്കി 3 ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് റെക്കോർഡ് കിട്ടും, അത് നിങ്ങൾ കേൾക്കണം, നിർബന്ധമായും കേൾക്കണം. അത് യൂട്യൂബിലാണ് വരിക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഓഡിയോ കുറച്ച് സ്പീഡാക്കാൻ പറ്റും. ചില ഭാഗങ്ങളും ഞാനിപ്പോൾ ഈ സംസാരിക്കുന്ന ഇതേ ഫ്ലോയിൽ ഇതേ സ്പീഡല്ലാതെ കുറച്ച് വേഗത കൂട്ടാനും പറ്റുമല്ലോ അതിൽ, അല്ലേ? പറ്റില്ലേ? അല്ലേ? അതൊക്കെ അറിയില്ലേ യൂട്യൂബിൽ? അപ്പോൾ അതിലെന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ക്വാളിറ്റി കൂട്ടാൻ പറ്റും. ക്വാളിറ്റി കൂട്ടാം, ക്വാളിറ്റി കുറക്കാം, അതുപോലെ സ്പീഡ് നമുക്ക് കൂട്ടാം. 1 എന്നുള്ളത് 1.5, 1.25, 1.75, 2 വാട്സപ്പിൽ നമ്മൾ വോയിസ് വേഗത്തിലാക്കുമല്ലോ വാട്സാപ്പിലൊക്കെ, അതേപോലെ ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾ ക്ലാസ് മിസ്സാകരുത്, കേൾക്കുക. പിന്നെ ലീവുള്ള സമയത്ത് നിങ്ങൾ പറയുക, ഗ്രൂപ്പിലോ അല്ലെങ്കിൽ പേഴ്സണലായിട്ടോ പറയുക എന്ന കാരണം കൊണ്ടാണ്. അതൊക്കെ നമ്മുടെ ഒരു ഔദ്യോഗികമായൊരു ശൈലിയാണ്. നമ്മളിപ്പോൾ ഓൺലൈൻ ക്ലാസ്സാണ്. അപ്പോൾ ഇതൊരു അവസരമായിട്ട് നിങ്ങൾ എടുക്കരുത്. ചിലപ്പോൾ ആരുടെയെങ്കിലും നിർബന്ധത്തിലാണ് നിങ്ങൾ വരുന്നത് എങ്കിൽ കൂടി, എല്ലാവരും സ്വന്തം ഇഷ്ടപ്രകാരം വന്നാൽ തന്നെയാണ് ഞാൻ പറയാണ്. ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്, അങ്ങനെ നിർബന്ധപ്രകാരമാണ് വന്നെങ്കിൽ തന്നെ അദ്ദേഹം കാണുമല്ലോ, അദ്ദേഹം അറിയുമല്ലോ, അല്ലെങ്കിൽ ഉസ്താദ് എന്താ വിചാരിക്കുക എന്ന വിചാരത്തോടു കൂടെ നിങ്ങൾ ഇരിക്കരുത്. ആത്മാർത്ഥമായി നമ്മൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ സഹകരണം ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഉണ്ടാവൂലേ എൻ്റെ കൂടെ, ഉസ്താദന്മാരുടെ കൂടെ നിങ്ങൾ ഉണ്ടാവൂലേ? എന്താണ് നിങ്ങളൊരു ഉഷാറില്ലാത്തത്? ഉണ്ടാവും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما ينفعنا يا إله العالمين. പഠിച്ചവനെ, ഞങ്ങൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതുമൊക്കെ നീ സ്വീകരിക്കണമെന്നുള്ള ഞങ്ങളുടെ അമലുകളെല്ലാം നീ സ്വീകരിക്കണമെന്നുള്ള
ഞങ്ങൾക്ക് ധാരാളം അറിവുകൾ നൽകണമല്ല. അതനുസരിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളിലും നീ എല്ലാവിധ വിജയങ്ങളും നൽകണമല്ല. രോഗമുള്ളവരുടെ രോഗങ്ങളൊക്കെ ശിഫയാക്കണമല്ല. പ്രയാസമുള്ളവരുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കണമല്ല. ജീവിതത്തിൽ ബുദ്ധിമുട്ടുള്ളവരുടെ മുഴുവൻ ബുദ്ധിമുട്ടുകളും നീ പരിഹരിച്ചു കൊടുക്കണമല്ല. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും അയൽവാസികളിൽ നിന്നും ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവർക്കൊക്കെ നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണമല്ല. ഞങ്ങൾ ചെയ്യുന്ന മുഴുവൻ കർമ്മങ്ങളും ഇരട്ടി ഇരട്ടി പ്രതിഫലങ്ങൾ നൽകി നീ സ്വീകരിക്കണമല്ല. വല്ല പിഴവുകളും വല്ല അപാകതകളും അതെല്ലാം പരിഹരിച്ച് നിന്റെ ഇഷ്ടദാസന്മാർക്ക് നീ എത്ര കൂലി നൽകുമോ അത്രയും കൂലി ഞങ്ങൾക്കും നൽകണമല്ല. ഞങ്ങളെയും മരണപ്പെട്ടു പോയവരെയും ഞങ്ങളെല്ലാവരെയും ദർസിൽ പഠിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ഭാര്യ മക്കൾ കൂട്ടുകാർ ഞങ്ങൾ ബന്ധപ്പെട്ടവർ അയൽവാസികൾ സ്നേഹിതന്മാർ എല്ലാവരെയും നിന്റെ സുഖലോക സ്വർഗത്തിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ ഒരുമിപ്പിക്കണമല്ല. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا وارحمنا ولوالدينا ولأساتذتنا ولجميع المؤمنين وارحمنا وإياهم بأنواعنا يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആമീൻ. ശരി.